നമുക്ക് ഒരു ദൈവത്തിന്റെ വചനം എടുക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവന് ആ സ്ഥലം അവനെ കാണിച്ചു. അവൻ ഒരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. അത് എടുത്തുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ കൈ നീട്ടി അതെടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു അത്ഭുതകരമായ സംഭവം അതിനകത്ത്. എലീശ എന്ന് പറയുന്ന പ്രവാചകൻ തൻ്റെ അടുക്കൽ വന്ന ശിഷ്യന്മാര് പറഞ്ഞു, ഞങ്ങൾ മരം വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ കോടാലി ഉണ്ടായിരുന്നു, അത് കയ്യിൽ നിന്നും തെറിച്ച് നേരെ എന്ത് ചെയ്തു, ഒരു കുളത്തിനകത്ത് വീണു. പ്രൈസ് ദി ലോർഡ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ആഴത്തിനകത്ത് ആ കോടാലി കിടക്കുകയാണ്. കൈകൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റാത്ത നിലവാരത്തിൽ അത് കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ദൈവത്തിന്റെ അഭിഷിക്തനായ പ്രവാചകനായ എലീശ പറഞ്ഞു, ഒരു കോല് വെട്ടി ആ കുളത്തിലോട്ട് എറിയുക. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ആ കോല് വെട്ടി എറിഞ്ഞപ്പോൾ തന്നെ അകത്ത് കിടന്നത് പുറത്തു വരാനിടയായി. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, ഇന്ന് ഈ പുതിയ വർഷത്തില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതും നമ്മുടെ കരം കൊണ്ട് എടുക്കാൻ പറ്റാത്തതുമായ ചിലതൊക്കെ കർത്താവ് ഈ വർഷം നമ്മുടെ മുമ്പിൽ അകത്തളങ്ങളിൽ കിടക്കുന്നത്, ആഴത്തിൽ കിടക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പുറത്തു കൊണ്ടുവരുന്ന ഒരു വലിയ വർഷമായിരിക്കും ഈ വർഷം. പ്രൈസ് ദി ലോർഡ്. നീ ഞെട്ടിപ്പോകുന്ന അത്ഭുതങ്ങൾ ഈ വർഷം നിന്റെ ലൈഫിൽ ദൈവാത്മാവ് ചെയ്തെടുക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. മാനുഷികമായ കണക്കുകൂട്ടലുകളുടെ നടുവില് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും, എനിക്ക് എന്ത് നേടാൻ പറ്റുമെന്ന് നീ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, നിന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു വർഷമായി ഈ വർഷം മാറും. ആശ്ചര്യം ഉണ്ടാകാൻ പോകുന്നു, ഞെട്ടൽ ഉണ്ടാകാൻ പോകുന്നു, അത്ഭുതം ഉണ്ടാകാൻ പോവുകയാണ്. നീ നോക്കിയാൽ ഒരു കാലത്തും കാണാൻ പറ്റാത്തത്, അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകൊണ്ട് നോക്കാൻ പറ്റാത്തതും കാണാൻ പറ്റാത്തതുമായ ചിലതൊക്കെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ കണ്ണിന്റെ മുമ്പിലുള്ളതാണ് കണ്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്, അത് മാത്രമേ നമുക്കറിയത്തുള്ളൂ. പക്ഷേ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതും ഈ ലോകത്ത് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കാണാൻ, അതറിയാൻ എപ്പോഴാണ് നമ്മുടെ അകത്തെ മനുഷ്യന് ബലമുണ്ടാകുന്നത്, അപ്പോഴാ എത്ര ദൂരത്തിലോ എത്ര ആഴത്തിലോ ഇന്ന് പകൽ കിടക്കുന്നത്. ആത്മാവ് പറയുകയാണ്, നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഈ 2021 അത് വെളിപ്പെട്ട് വരാൻ സമയമായിരിക്കുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? യേശുവിന്റെ നാമത്തില് എനിക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഭവനം എന്റെ കണ്ണിന്റെ മുമ്പിൽ കാണുന്നില്ല, പക്ഷെ ആത്മാ കണ്ണുകൊണ്ട് അത് കിടക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് വിശ്വസിച്ച് അത് ഏറ്റെടുക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഭവനം, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ചില നന്മകൾ, ചില ജോലി, ചില വരുമാന മാർഗങ്ങൾ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ച തക്ക തുണ, അത് എവിടെ കിടക്കുന്നെന്ന് കാണാൻ നിനക്ക് സാധിച്ചില്ലെങ്കിലും ഇന്ന് പകൽ വിശ്വാസമുള്ള ദൈവത്തിന്റെ ജനത്തിന് ആഴത്തിൽ കിടക്കുന്നതിനെ ആത്മാവിൽ എരിവുള്ളവനായി നിന്റെ വായു തുറന്ന് വിളിച്ചു വരുത്താൻ സാധിക്കും. എനിക്കത് വേണം. ആഴത്തിൽ കിടക്കുകയാണ്, കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ചിലത്. ആത്മാ പറയുന്നു, നിന്റെ കയ്യിൽ ഇരുന്നത്, നിന്നിൽ നിന്നും പിശാച് മോഷ്ടിച്ച ചിലതൊക്കെ ഈ 2021 ഒരിക്കലും അത് കിട്ടത്തില്ല, ഒരിക്കലും അത് തിരിച്ച് ലഭിക്കാൻ പോകുന്നില്ല. ഒരിക്കൽ നഷ്ടപ്പെട്ട സമ്പത്ത്, നഷ്ടപ്പെട്ട ആരോഗ്യം, നഷ്ടപ്പെട്ട ആയുസ്, ഇതെല്ലാം നിനക്ക് തിരിച്ചു തരാൻ നിന്റെ ലൈഫിൽ അത് തിരിച്ച് മടങ്ങി വരുന്ന വർഷമാണ് 2021. നിന്റെ കയ്യിൽ അത് വരാൻ പോകുന്നു. നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതിനെ ആത്മാവ് നിന്റെ കരങ്ങളിൽ തിരിച്ചു തരാൻ പോകുന്നു. എത്ര ലക്ഷം രൂപ നഷ്ടപ്പെട്ടാലും തിരിച്ചു തരാൻ പോകുന്നു. വീട് നഷ്ടപ്പെട്ടോ തിരിച്ചു വരാൻ പോകുന്നു. വസ്തു നഷ്ടപ്പെട്ടോ തിരിച്ചു വരാൻ പോകുന്നു. വാഹനം നഷ്ടപ്പെട്ടോ തിരിച്ചു വരാൻ പോകുന്നു. തലമുറ നഷ്ടപ്പെട്ടവരുണ്ടോ തിരിച്ചു വരാൻ പോവുകയാണ്. ആരോഗ്യം നഷ്ടപ്പെട്ടോ തിരിച്ചു വരാൻ പോവുകയാണ്. യെസ്, നീ കാണാത്ത ചില നന്മകൾ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്, നിന്റെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത നിലവാരത്തിൽ അതിന് മറഞ്ഞു കിടക്കുന്ന ചിലതൊക്കെ ഈ വർഷം ആത്മാവ് നിന്റെ കണ്ണിന്റെ മുമ്പിൽ കരം കൊണ്ട് എടുത്ത് അത് പൊങ്ങി വരാൻ പോവുകയാണ്. ഒന്നും ചെയ്യാതെ പൊങ്ങി വരാൻ പോകുന്നു. നീ നോക്കി നിൽക്കേ, മറഞ്ഞ ചിലതൊക്കെ ഈ വർഷം പൊങ്ങി വരാൻ പോവുകയാണ്. യെസ്,
കർത്താവ് അത്ഭുതം ചെയ്യാൻ പോവുക. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ഈ വർഷം നഷ്ടപ്പെട്ട ചിലതൊക്കെ പൊങ്ങി വരാൻ പോകുന്നു. കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതിനെ കരങ്ങളിൽ മടക്കി പിടിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഇന്ന് ഞങ്ങൾ ആത്മാവിൽ ഈ സഭ ഒന്നടങ്കം അത് വിശ്വസിച്ച് പ്രാപിച്ചെടുക്കുകയാണ്. ഞങ്ങളുടെ കരങ്ങളിൽ ഇരുന്നതിനെ മോഷ്ടിച്ചത്, തട്ടിയെടുത്തത്, ഹല്ലേലൂയ, കൊള്ള ചെയ്തതായ ചിലതൊക്കെ പിശാച് കൊള്ളയടിച്ചതിനെ ഈ വർഷം ഞങ്ങളുടെ കരങ്ങളിൽ മടക്കി തരുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നീയും ഞാനും കണ്ട് സന്തോഷിക്കുന്ന വർഷമാണത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു കമ്പ് വെട്ടിയിട്ടപ്പോൾ അത് പുറത്തു വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകരം ചെറിയൊരു പ്രാർത്ഥന മതി, അത് മടങ്ങി വരാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലോ, വിശ്വാസത്താൽ നീ എന്തോ ഒരു കാര്യം അങ്ങ് ചെയ്തു ദൈവത്തിന് വേണ്ടി. ചിലപ്പോൾ നീ വിതയ്ക്കുന്ന ദൈവരാജ്യത്തിന് വേണ്ടി നീ എന്തോ ഒരു വീട് കിട്ടാൻ വേണ്ടി നീ ദൈവരാജ്യത്തിന് വേണ്ടി ആർക്കോ ചുമ്മാ വിശ്വാസത്തിൽ അങ്ങ് വിതച്ചപ്പോൾ വിതച്ചത് മാത്രമല്ല, നിനക്കുള്ള അവകാശവും കൂടെ പൊങ്ങി വരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നീ ചിലത് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി വിതയ്ക്കാൻ പോവുകയാണ്. നീ വിതയ്ക്കുമ്പോൾ ചില അത്ഭുതകരങ്ങൾ നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു. നീ വിതയ്ക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു. ബൈ ഫെയ്ത്തിൽ നീ വിശ്വാസത്താൽ വിതയ്ക്കുമ്പോൾ നിന്റെ ലൈഫിൽ എത്ര അധ്വാനിച്ചാലും കിട്ടാത്ത ചില സമ്പത്ത് നിന്റെ കരങ്ങളിൽ വന്ന് വീഴാൻ പോവുക. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞു, 2 ദിവസം ഇരുന്ന ദിവസത്തിന് നന്മയും കരുണയും ആയുഷ്കാലം എന്നെ ഫോളോ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞു 2 ദിവസം വെറുതെ റൂമിനകത്ത് കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളി പറയണം 50 ലക്ഷം രൂപ ആരോ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ വിശ്വാസത്തോടെ നീ ദൈവത്തിന്റെ വചനം വെട്ടി അങ്ങോട്ട് എറിയുമ്പോൾ, കർത്താവ് പറയും വചനം വിളിച്ചങ്ങോട്ട് പറയുമ്പോൾ ചിലതൊക്കെ പൊങ്ങി വരാൻ പോവുകയാണ്. നീ അറിയാത്ത ദിക്കിൽ നിന്നും വരാൻ പോകുന്നു. നീ അറിയാത്ത ഇടങ്ങളിൽ നിന്ന് വരാൻ പോവുകയാണ്. ഈ വർഷം അതിന്റെ വർഷമാണ്, അത്ഭുതങ്ങളുടെ വർഷമാണ്. നിന്റെ ജീവിതത്തിൽ നീ കാണാത്ത അത്ഭുതം നീ ഈ വർഷം കാണാൻ പോവുകയാണ്. നിന്റെ സ്ഥിതിയെ മാറ്റുന്ന ദൈവം, കയ്യിലിരുന്നത് നഷ്ടപ്പെട്ട, എന്ത് ചെയ്യുമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന നിന്നെ നോക്കി ആത്മാ പറയുന്നു, ഹല്ലേലൂയ, നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി നിന്റെ കരങ്ങളിൽ ഈ വർഷം ദൈവം തന്ന് മാനിക്കാൻ പോവുക. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ ഈ നഷ്ടപ്പെട്ടവൻ നേരെ പ്രവാചകന്റെ അടുക്കലാണ് വന്നത്. സ്വന്തമായിട്ട് ആലോചന എടുക്കാതെ, സ്വന്തമായിട്ട് തീരുമാനമെടുക്കാതെ ഈ വർഷം നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിനോട് ആലോചന ചോദിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ പ്രവാചകന്മാരുടെ അടുക്കൽ പോയി ദൈവത്തിനോട് ആലോചന ചോദിച്ചാൽ അവർ നിനക്ക് വേണ്ടി പോംവഴികൾ ഒരുക്കി തരാനിടയാകും. ദൈവം അപ്പോയിന്റ് ചെയ്തു വെച്ചിരിക്കുന്ന അഭിഷിക്തന്മാരുടെ അടുക്കൽ നിന്റെ പ്രശ്നങ്ങളെ വചന്ന് കണ്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഈ വർഷം ദൈവം നിനക്ക് വേണ്ടി അവരുടെ ഒറ്റ പ്രാർത്ഥന മതി, നിന്റെ സ്ഥിതി കംപ്ലീറ്റ് മാറുന്ന വർഷമാണത്. പ്രൈസ് ദി ലോർഡ്. നീ സ്വന്തമായിട്ട് തീരുമാനമെടുക്കരുത്. അതിന് പകരം ഇത് നഷ്ടപ്പെട്ടതിനെ തിരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് സ്വന്തമായി തീരുമാനമെടുക്കുന്നതിന് പകരം നീ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലണം. നീ പ്രവാചകന്റെ അടുക്കൽ ചെല്ലണം. ദൈവത്തിന്റെ അഭിഷിക്തന്മാരുടെ അടുക്കൽ നീ ചെല്ലണം. അവരോട് നീ പറയുമ്പോൾ, അവർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ചില പോംവഴികൾ നിനക്ക് കാണിച്ചു തരാൻ പോവുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 7-ാമത്തെ അധ്യായത്തിനകത്ത് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും, ഇതുപോലെ എലീശയുടെ അടുക്കലോട്ട് ഒരു രാജാവ് വസ്ത്രം വലിച്ചു കീറി ഓടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ശമരിയ പട്ടണം എന്ന് പറയുന്ന ആ ശമരിയക്കകത്ത് അരാമ്യ പടക്കൂട്ടം വന്ന് നാടുകളായ ആ ശമരിയെ മുഴുവനും വളഞ്ഞ് അവർ അനുഭവിക്കേണ്ട സ്വത്തും വസ്തുക്കളും നന്മകളും കൃഷിയിടങ്ങളും എല്ലാം കവർച്ച ചെയ്ത് കൊള്ളയടിച്ച് അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജനം കഷ്ടപ്പെടുകയാണ്, പട്ടിണി കിടക്കുകയാണ്. അവർക്ക് കഴിക്കാൻ ആഹാരമില്ലാതായപ്പോൾ ഉടനെ തന്നെ അവരെന്ത് ചെയ്യുകയാണ്? സ്വന്തം 2 സ്ത്രീകൾ സ്വന്തം മക്കളെ പുഴുങ്ങി തിന്നുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഈ ലോകത്തിൽ മനുഷ്യന് ആഹാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ആഹാരം ഇല്ലാതായി കഴിഞ്ഞാൽ, കടലിലൊക്കെ പോകുന്ന മുക്കുവരൊക്കെ ഉണ്ട്. അവരൊക്കെ ചില കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവര് നാളുകളായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടുക്കടലിലായി പോയി ഭക്ഷണം കിട്ടാതായി മരിക്കാൻ സമയം കൂടെ ഉള്ളവരെ വരെ തിന്നുന്ന അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെയുള്ള ചില എന്ന് വെച്ചാൽ മനുഷ്യനെ മൃഗമാക്കി മാറ്റുന്ന സാഹചര്യങ്ങളാണ്.
മനുഷ്യനെ മൃഗങ്ങളാക്കി മാറ്റുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഭക്ഷണം കിട്ടാതാകുമ്പോൾ മനുഷ്യന് തിന്നുന്നൊരവസ്ഥ ഉണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അങ്ങനെ സംഭവിക്കുകയാണ്. 2 സ്ത്രീകൾ, അവർ രണ്ടുപേരും തീരുമാനിച്ചു ഭക്ഷണമില്ല. ഒരുത്തി പറഞ്ഞു, നിന്റെ മകനെ ഇന്ന് പുഴുങ്ങി തിന്നുക. പിന്നെ പിറ്റേ ദിവസം പിന്നെ അങ്ങനെ പരസ്പരം അങ്ങോട്ട് പറഞ്ഞു, ഒരാളിൻ്റെ മകനെ പുഴുങ്ങി അങ്ങ് തിന്നവര്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പിറ്റേ ദിവസം മറ്റേ സ്ത്രീ അവളുടെ മകനെ പുഴുങ്ങാൻ വേണ്ടി ചെന്ന് ചോദിച്ചപ്പോൾ അവൾ കൊടുക്കത്തില്ല. അത് വലിയ വിഷയമായി, അടിയായി, ബഹളമായപ്പോൾ നേരെ രാജാവിൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. രാജാവോ വസ്ത്രമൊക്കെ കീറി രട്ടെടുത്ത് ആഹാരം പോലും കഴിക്കാൻ പറ്റാതെ, ഒരു രാജ്യത്തിൻ്റെ സ്ഥിതി കൈകാര്യം ചെയ്യാൻ പറ്റാതെ, എന്ത് ചെയ്യുമെന്ന് അറിയാതെ അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഈ ഒരു വർത്തമാനം കൂടെ കേട്ടതോടുകൂടെ രാജാവ് തൻ്റെ വസ്ത്രം വലിച്ചു കീറി. ഹല്ലേലൂയ. ഇത്ര ക്രൂരമായ ഒരു സാഹചര്യം ഈ രാജ്യത്തുണ്ടായിട്ടും ഈ രാജ്യത്തെ രക്ഷിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. എൻ്റെ രാജകീയ അധികാരത്തിന് ഈ ജനത്തെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റുന്നില്ല. ഇനി എൻ്റെ ഈ രാജ്യത്തെ രക്ഷിക്കാൻ ആരുണ്ട്? എല്ലാവരും കൈവിടുമ്പോൾ രക്ഷകനായ ഒരുവനുണ്ട്. ദൈവം അയച്ചിട്ട് വന്ന പ്രവാചകൻ എലീശ ഈ ദേശത്തുണ്ട്. എലീശയുടെ അടുക്കൽ ചെന്ന് പരാതി പറഞ്ഞാൽ എലീശയ്ക്ക് നിന്റെ പ്രശ്നത്തിന് പരിഹാരം ചെയ്യാൻ പറ്റും. കാരണം ഈ ലോകത്തിലെ വൈറസുകളും കൊറോണയും ഈ ലോകത്തുള്ള സകല പ്രശ്നങ്ങളും ഇനും ഇതിന്റെ അപ്പുറം വന്നാലും കൂടിയാലും ദൈവമക്കളെ ഞാനും നീയും ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ചെന്ന് അഭയം പ്രാപിക്കുവാൻ, നമുക്ക് ചെന്ന് പ്രാർത്ഥിക്കാൻ ഒരുവനുണ്ട്. ആ നസ്രായനായ യേശുവിന്റെ അടുക്കലോട്ട് നമ്മൾ പോയാൽ ഇന്ന് പകൽ രാജ്യങ്ങൾക്കും രാജാമക്കന്മാർക്കും ഗവൺമെന്റുകൾക്കും ഭരണകൂടങ്ങൾക്കും നിന്റെ വിഷയങ്ങളെ പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിലും എന്റെ കർത്താവ് പറയുകയാണ്, രാജാക്കന്മാർ തോൽക്കുന്നിടത്ത്, ഭരണകൂടങ്ങൾ തോൽക്കുന്നിടത്ത്, ഗവൺമെന്റുകൾ തോൽക്കുന്നിടത്ത് ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, മുഴങ്കാലും അടക്കുന്ന ഒരുവനുണ്ടെങ്കിൽ, ദൈവവുമായിട്ട് ബന്ധമുള്ള ഒരുവനുണ്ടെങ്കിൽ നിന്റെ അടുക്കൽ ഒരു പരിഹാരമുണ്ട്. നീയാണ് ഈ ദേശത്തെ വിടുവിക്കേണ്ടവൻ. നീയാണ് രാജ്യത്തിന് നിയമം കൊടുക്കേണ്ടവൻ. രാജ്യത്തെ വിടുവിക്കാൻ ഇന്ന് പകല ഇതിനകത്തിരിക്കുന്ന ചില ദൈവമക്കളുടെ മേല് രാജ്യങ്ങളെ വിടുവിക്കാനുള്ള, രാജാക്കന്മാർക്ക് ഫോം വഴി പറഞ്ഞു കൊടുക്കാനുള്ള, ഹല്ലേലൂയ, വഴിമുട്ടി നിൽക്കുന്നതിന് വഴി തുറന്നു കൊടുക്കാൻ ഒരു ആത്മാ പകർച്ചയുടെ ദിവസമായി ഇന്ന് മാറാൻ പോവുകയാണ്. നിന്റെ വിളി ചെറുതല്ല. നിന്നെ അന്വേഷിച്ച് ജനം വരാൻ പോകുന്നു. നിന്നെ അന്വേഷിച്ച് രാജാക്കന്മാർ വരാൻ പോകുന്നു. നിന്നെ അന്വേഷിച്ച് ഗവൺമെന്റ് വരാൻ പോകുന്നു. നിന്നെ അന്വേഷിച്ച് അഭിഷിക്തന്മാർ വരാൻ പോകുന്നു. നിന്നെ അന്വേഷിച്ച് രാജ്യങ്ങളിൽ നിന്നും ജനം വരാൻ പോകുന്നു. നമ്മുടെ സഭയിലേക്ക് ജാതികൾ ഓടിക്കയറാൻ പോവുകയാണ്. ജാതികൾ ഓടിക്കയറാൻ പോവുകയാണ്. ഭക്ഷണമില്ലാത്ത കാലഘട്ടം വരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെള്ളം കിട്ടാത്ത സമയം വരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. വീട്ടിനകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന സാഹചര്യം വരാൻ പോവുകയാണ്. പാചകവാതകം കിട്ടാത്ത സമയം വരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തെ സകല മനുഷ്യരും അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് ആകാശം വരെ ആ നിലവിളി എത്തത്തക്ക രീതിയിൽ കഷ്ടം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ വരാം. അന്ന് ആരാണ് രക്ഷ? പ്രാർത്ഥിക്കുന്നവന്റെ അടുക്കൽ ജാതികൾ ഓടിക്കേറാൻ പോവുകയാണ്. സഭയ്ക്കകത്ത് ജീവരക്ഷയ്ക്ക് വേണ്ടി ജനം ഓടിക്കേറാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ്. ദൈവത്തിന്റെ ജനം, നമ്മുടെ സഭയെ ദൈവം മാനിക്കാൻ പോകുന്നു. ഞാനും നീയും നമ്മുടെ വിഷയവും പറഞ്ഞ് കരഞ്ഞു നിലവിളിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയങ്ങളും കാലഘട്ടങ്ങളും മാറിയിട്ട് ഇതാ ദേശങ്ങൾക്കും രാജ്യങ്ങൾക്കും പട്ടണങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അഭിഷിക്തന്മാരായി ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ആത്മാവ് നമ്മളെ കയറ്റാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എലീശയുടെ അടുക്കലോട്ട് രാജാവ് ഓടി വന്നിട്ട് പറയാണ്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മെ രക്ഷിക്കാൻ ആരുമില്ല. എലീശ പറയുന്നത്, ആ കൊലപാതക പുത്രൻ വരികയാണ്. ജാതിയനാണ്, അവന്റെ പേര് തന്നെ കൊലപാതക പുത്രൻ. അങ്ങനെയാ എലീശ പറയുന്ന പ്രവാചകന്മാരുടെ സംഭാഷണവും വാക്കുകളും പ്രവാചകന്മാരുടെ സംസാര രീതികളും അവര് പറയുന്ന ചില വേടുകളും അത് പിന്നെ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നതായിരിക്കത്തില്ല. ഉള്ളതുപോലെ ഇതാ കൊലപാതക പുത്രൻ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ മനുഷ്യൻ രാജാവായിരുന്നത് കൊണ്ട് ഇവന് ഒരു നേട്ടവും ഇല്ല. ഈ നാട്ടുകാരെല്ലാം പരസ്പരം തിന്നോണ്ടിരിക്കുക അങ്ങോട്ട്. പ്രൈസ്. കൊലപാതകം നടക്കുക ദേശത്തില്. പ്രൈസ് ദി ലോർഡ്. എലീശ്വരത്ത് ആ കൊലപാതകപുത്രം എന്നെയും കൊല്ലാൻ വേണ്ടി വരിക എന്ന് പറഞ്ഞുകൊണ്ട് നിന്നിട്ട് നേരെ പറഞ്ഞു, അവിടെ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാളെ ഈ നേരമാകുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഒരു അത്ഭുതം ശമരിയുടെ പടിവാതിൽക്കൽ നടക്കാൻ പോവുകയാണ്.
വന്നുകൂടിയ സകല ജനവും ഈ ദൂത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ തിരിച്ചുപോയി. എന്താ അതിന് കാരണം? പറയുന്ന ആളിൽ അത്ര വിശ്വാസം ജനങ്ങൾക്കുണ്ട്. പറയുന്ന ആള് എലീശയാണ്, ദൈവവുമായിട്ട് ബന്ധമുള്ളവൻ, ദൈവത്തിന്റെ പ്രവാചകൻ. ജനത്തിനും രാജാവിനും അറിയാം ഈ വ്യക്തി വാ തുറന്ന ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. ഇത് ദൈവത്തിന്റെ അഭിഷിക്തനാണ്, പ്രവാചകനാണ്. ഇതിനകത്ത് എങ്ങനെ ഇത് നടക്കും എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അത് ദൈവം അത് ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ ഒരു വ്യക്തി മാത്രം അതിനകത്ത് അകമ്പടി നായകൻ നിന്നിട്ട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഹല്ലേലൂയ, സ്തോത്രം. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആകാശത്തിൽ കിളിവാതിൽ തുറന്നാ നടക്കുവോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, നമ്മളെയൊക്കെ ദൈവം വിളിച്ചത് നിന്നെ കൊണ്ട് ഒന്നും നടക്കത്തില്ലെന്ന് അറിഞ്ഞിട്ടാണ് ദൈവം നിന്നെ വിളിച്ചത്. മനസ്സിലായോ? അടുത്തിന് പറഞ്ഞു, നിന്നെ കൊണ്ട് ഒന്നും നടക്കത്തില്ല. നീ നടത്തി പിന്നെ പരാജയപ്പെട്ട് വട്ടിപ്പലിശയും എടുത്ത് സൂയിസൈഡിന്റെ നടുവിൽ നിന്നപ്പോഴാണ് ദൈവം പറഞ്ഞത്, നീ വിചാരിച്ചു വല്ലോ നടന്നോ? ഇല്ല, തീർന്നോ? ഇനി എന്ത് നടക്കും? കയറ് വാങ്ങിക്കാൻ പൈസയില്ല, വിഷം വാങ്ങിക്കാനും പൈസയില്ല. പ്രൈസ് ദി ലോർഡ്. ആ പരുവമായപ്പോഴല്ലേ നമ്മളെ ദൈവം വിളിച്ചത്? ആണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ നടത്തിയിട്ട് വല്ലോ നടന്നോ? നമ്മളെ കൊണ്ട് വല്ലോ നടക്കുവോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ നടത്തി പരാജയപ്പെട്ടപ്പോൾ ഒരാള് വന്ന് പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ ഈ പടകിനകത്തോട്ടൊന്ന് കയറ്റാൻ നിനക്ക് പറ്റുമോ? ഹല്ലേലൂയ. നീ അങ്ങോട്ട് മാറി നിൽക്ക് പത്രോസേ. ഹല്ലേലൂയ, സ്തോത്രം. ഈ രാത്രി മുഴുവനും നീ പരിശ്രമിച്ചു. നീ വലിയ മുക്കുവനാണ്, നീ പേര് കേട്ടവനാണ്, നീ പ്രാക്ടീസ് ഉള്ളവനാണ്, നീ എക്സ്പീരിയൻസ് ഉള്ളവനാണ്. നിനക്ക് കടലിന്റെ ആഴങ്ങൾ അറിയാം, വലയുടെ വീതി നീളം അറിയാം, എങ്ങനെ ഏത് വശത്ത് വീശണമെന്ന് അറിയാം. നിനക്ക് വേണമെങ്കിൽ വലിയൊരു ട്രെയിനിങ് കോളേജ് തുടങ്ങാനുള്ള അറിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഒരു പ്രബന്ധം തയ്യാറാക്കാനുള്ള അറിവ് നിനക്കുണ്ട്, നിനക്ക് ഇതിനകത്ത് PhD ഉണ്ട്. പക്ഷെ നീ ചെയ്തിട്ടൊന്നും നടക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മളെല്ലാം അങ്ങനെ ആ കൂട്ടത്തിൽ, ഞങ്ങളൊക്കെ അങ്ങനെ ഉള്ളവരാ. ഞങ്ങളൊക്കെ സൂയിസൈഡ്, അവസാനം വിഷം വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാതായി. ഹല്ലേലൂയ. വിഷം വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാതായി നിസ്സഹായരായിരുന്നപ്പോഴാണ് കർത്താവ് ഞങ്ങളുടെ പടകിനകത്ത് കയറി. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പരിപാടി തുടങ്ങട്ടെ എന്ന് ചോദിച്ചു. 1993 വന്ന് ചോദിച്ചു, ഞാൻ അങ്ങോട്ട് തുടങ്ങട്ടെ, ഇടയ്ക്ക് കയറി എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം മാത്രം കർത്താവ് പറഞ്ഞു, ഇടയ്ക്ക് കയറി നിന്റെ ഡയലോഗ് അടിച്ചുകൊണ്ട് വരരുത്, നിന്റെ എക്സ്പീരിയൻസും കൊണ്ട് വരരുത്. ഇനി ഞാനൊന്ന് നോക്കട്ടെ നീ പറയരുത്. നീ കംപ്ലീറ്റ് എൻ്റെ കരങ്ങളിലോട്ട് അങ്ങ് തന്നാൽ ഞാൻ ഒരു വലിയ ഉത്സവമാക്കി നിന്റെ ലൈഫ് തീർക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ പരിശ്രമിച്ചും അധ്വാനിച്ചും നമ്മുടെ എല്ലാ പരിപാടിയും തീർന്ന സ്ഥലത്ത് നിന്നാണ് പ്രൈസ് ദി ലോർഡ് ദൈവം കയറി നമ്മുടെ പടകിനകത്ത് വന്നിട്ട് പറഞ്ഞു, പത്രോസ്, ഇന്ന് വരെ നീ വലതും ഇടത്തൊക്കെ വീശി, പക്ഷേ ഞാൻ പറയുന്ന സ്ഥലത്തോട്ട് വല വീശിക്കോ, ഞാൻ പറയുന്നത് പോലെ നടന്നോ. നീ കണ്ണുകൊണ്ട് നോക്കിയാൽ ആഴത്തിൽ കിടക്കുന്ന മീന് നിനക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഞാനുണ്ടല്ലോ, ഞാൻ സർവശക്തനായ ദൈവമാണ്. ഞാൻ മത്സ്യങ്ങളെ, ഭൂമിയിലെ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചവനാണ്. എൻ്റെ വാക്ക് നിന്റെ വാക്ക് പോലെയല്ല, എൻ്റെ കരം നിന്റെ കരം പോലെയല്ല. ഞാൻ 7 നക്ഷത്രങ്ങളെ വലങ്കൈ പിടിക്കുന്നതാ എൻ്റെ കരം. നിന്റെ കരം പോലെയല്ല എൻ്റെ കരം. എൻ്റെ കണ്ണുകള് ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച കണ്ണുകളാണ്, അതിനെ നോക്കിക്കാണുന്ന കണ്ണുകളാണ്. നീ കാണാത്തതിനെ കാണുവാൻ സാധിക്കുന്ന അഗ്നി നേത്രമാണ് എൻ്റെ നേത്രങ്ങള്. ഹല്ലേലൂയ. നീ ആകാശത്തിന്റെ ആ സമുദ്രത്തിന്റെ അടിയിൽ ഒളിച്ചാലും എൻ്റെ കണ്ണുകളിൽ നിന്ന് നിനക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ അഗ്നി നേത്രമുള്ള കണ്ണുകൾ കൊണ്ട്, ഈ വലങ്കയിൽ 7 നക്ഷത്രങ്ങളെ പിടിക്കുന്ന കരം കൊണ്ട് ഞാൻ നിന്നെ രക്ഷിക്കാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. എന്റെ കാലുകൾ ഉലയിൽ ചുട്ട് പഠിപ്പിച്ച വെള്ളോടിന്റെ സദൃശമായ കാലുകളാണ്. ഞാൻ നിന്റെ ഭവനത്തിൽ കാല് ചവിട്ടിയാൽ ഒരു പൈശാചിക ബന്ധനങ്ങൾക്കും നിന്റെ പടകനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല, നിന്റെ കുടുംബത്തിൽ വസിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകല 7 നിലവിളക്കുകളുടെ നടുവിലൂടെ നിലയങ്കി ധരിച്ചു വന്ന വെള്ളോടിന് സദൃശമായ കാലുകളുള്ളവർ, മാറത്ത് പൊൻകച്ച കെട്ടിയവന് ഇന്ന് പകല നിന്റെ ഭവനത്തിൽ, കുടുംബത്തില്, നിന്റെ ലൈഫില് കേറി വന്ന് കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ നീ ഒന്ന് മാറി നിന്ന് നീ കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കാനാ പറയുന്നത്. നിനക്ക് ജോലിയില്ല, നിനക്കൊരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും.
വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോവുകയാണ്. നിന്റെ ജോലി വിശ്വസിക്കുക മാത്രം, പൊട്ടനെ പോലെ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞാൽ ഉടനെ ഞാൻ എത്ര വർഷത്തെ മുക്കുവനാ, എനിക്കറിഞ്ഞുകൂടാത്ത മീനാണോ? പ്രൈസ് ദി ലോർഡ്. പ്രസംഗിക്കാൻ മാത്രം നടക്കുന്ന താങ്കൾക്ക് അങ്ങനെ മീനിനെ കുറിച്ച് അറിയാമെന്നൊരു മറുചോദ്യം പത്രോസ് ചോദിച്ചില്ല. പത്രോസെ വല വീശാൻ പറഞ്ഞപ്പോൾ വല വീശ. ഇത്രയേ ഉള്ളൂ. നമ്മളും ഇത് ചെയ്താൽ അത് കൂടുതൽ അങ്ങോട്ട് കർത്താവിനെ കുറെ പഠിപ്പിക്കാൻ പോകരുതേ. നിനക്ക് ഇപ്പോൾ ആകെ ഒരു ജോലി മിണ്ടാതിരുന്ന് തിന്നുകയാണ്. ഞങ്ങളുടെ ജോലി അതാണ്. അധ്വാനിക്കാതെ എന്ത് ചെയ്യുക, വേറെ പൊഴുക്കാതെ യേശുവിൻ്റെ നാമം വിളിച്ചു പറഞ്ഞിട്ട് ഏദൻ തോട്ടത്തിനകത്ത് നടക്കുന്ന പോലെ ഗ്ലോറിക്കകത്ത് കയറി ബൈ ഫെയ്ത്ത് വിശ്വാസത്താൽ അത്ഭുതങ്ങളെ വിളിച്ചു വരുത്തി ജീവിക്കാൻ ദൈവം നിന്നെയും എന്നെയും വിളിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. സൂപ്പർ നാച്ചുറലായി വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശബ്ദം അങ്ങോട്ട് കേൾക്കാൻ നിന്റെ ചെവി അങ്ങോട്ട് തുറന്നു കൊടുത്തിട്ട് അത് വിശ്വസിക്കാൻ നിന്റെ ഹൃദയം അങ്ങ് ഓപ്പൺ ആക്കിയിട്ട് നീ പറയണം, ഞാനിതാ പാറമേൽ നിൽക്കുന്നു. ക്രിസ്തു എന്ന പാറയിൽ ദൈവം എന്നെ കൈപിടിച്ച് കയറ്റി നിർത്തുന്നു. നാശകരമായ ആ വഴിയിൽ നിന്നും ചേറ്റിൽ നിന്നും ഹല്ലേലൂയ എന്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്ന് ആ പാറയുടെ മുകളിൽ നിർത്തി എന്റെ കർത്താവ് എനിക്കൊരു പുതിയ പാട്ട് തന്ന് ഞാനത് ഇറക്കി നിർത്തിയിരിക്കുകയാണ്. എന്റെ ജോലി എന്താ? ദൈവം പറയുന്നത് കേൾക്കുക, ദൈവം പറയുന്നത് അനുസരിക്കുക, അതിനെ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തിരുന്ന് പറഞ്ഞ ക്രിസ്തീയ ലൈഫ്, ക്രിസ്തീയ ജീവിതം, ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. എന്തോന്നാ? കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യമായ ജീവിതമാണ്. കർത്താവിന്റെ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകമാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ കണ്ണുനീർ എന്ന് മാറുമോ എന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ക്രിസ്തീയ ജീവിതം ആനന്ദദായകമാണ്, സൗഭാഗ്യമുള്ള ജീവിതമാണ്. അവിടെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. കർത്താവ് പറയുന്നത് കേൾക്കുക, വിശ്വസിക്കുക, കേൾക്കുക, വിശ്വസിക്കുക, അതനുസരിക്കുക, അതിനുവേണ്ടി സ്റ്റെപ്പ് വയ്ക്കുക, എഴുന്നേൽക്കുക, പ്രവർത്തിക്കുക. എഴുന്നേൽക്കുക, ദൈവം പറയുന്നത് കേൾക്കുക, എഴുന്നേൽക്കുക, പ്രവർത്തിക്കുക. പിന്നെ ഇരിക്കരുത്, കിടക്കരുത്. എഴുന്നേറ്റ് ഉണർന്ന് എഴുന്നേറ്റ് ഓടി ചാടി ഇറങ്ങി അത് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വലിയ കാര്യങ്ങളാണ് നീ കാണാൻ പോകുന്നത് ഈ വർഷം 2021 ഇതിൽ പറയുന്ന ആൾക്കാർക്ക് മാത്രമേ അത്ഭുതങ്ങളെ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ, ജീവിക്കാൻ. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ അത്ഭുതകരമായ വിശ്വാസമുള്ളവന് മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. നിനക്ക് അത്ഭുതം കാണണമെങ്കിൽ നീ പൊട്ടനെ പോലെ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. നീ പരാജയപ്പെട്ടിടത്തു നിന്നാണ് ദൈവത്തിന്റെ ബലമുള്ള ഭുജം നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിർത്തി പ്രൈസിൽ അത്ഭുതം കാണിക്കാൻ നിന്നെ വിളിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം കാണിക്കാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാണ്. നീ മിണ്ടാതിരുന്ന ദൈവത്തിന്റെ പ്രവർത്തികളെ വർണ്ണിക്കുക. അതുകൊണ്ട് എലീശ പറഞ്ഞപ്പോൾ ബോധമുള്ളവനൊക്കെ മനസ്സിലായി. അവർ പറഞ്ഞു എലീശ പറഞ്ഞാൽ പിന്നെ മാറ്റമല്ല, നടക്കും, ഏറ്റപ്പോക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ഒരുത്തൻ മാത്രം പറഞ്ഞു, നാളെ ഈ ആകാശത്തിൽ കിളിവാതിൽ തുറന്നാൽ ഇത് വല്ലതും നടക്കും. ഇവൻ ആകാശത്തിൽ കിളിവാതിൽ തുറന്നത് കണ്ടിട്ട് പോലും ഇല്ല. ഈ പറഞ്ഞ അകമ്പടി നയം പറഞ്ഞത് ആകാശത്തിൽ കിളിവാതിൽ തുറന്നാൽ ഇത് നടക്കുമോ? ഈ പുള്ളി ആകാശത്തിൽ കിളിവാതിൽ തുറക്കുന്ന വല്ലതും കണ്ടിട്ടുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് ചിലരുടെ ഒരു പ്രശ്നം. വഴിയെ പോകുന്ന ശാപം എല്ലാം കൂടെ വിലയ്ക്ക് വാങ്ങിച്ചങ്ങ് പിടിക്കും. പ്രൈസ് ദി ലോർഡ്. എന്ത് ചെയ്യും? ദൈവത്തെക്കാളും ദൈവത്തിന് അഭിഷിക്തന്മാരെക്കാളും നടത്തുന്നവരെക്കാളും എല്ലാവരെക്കാളും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് PhD എടുത്തവരായി അവർ മാറും. പ്രൈസ് ദി ലോർഡ്. അവർ പറയും ഇത് വല്ലതും നടക്കുന്ന കാര്യം വല്ലതുമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എലീശ പറഞ്ഞു നാളെ ഈ നേരത്ത് സംഭവിക്കും, പക്ഷെ നീ അത് കാണും, പക്ഷെ അനുഭവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അനുഭവിക്കണമെന്നുള്ളവർ പൊട്ടന്മാരെ പോലെ വിശ്വസിക്കും. ഹല്ലേലൂയ. ഈ വർഷം കർത്താവ് പറയുകയാണ്, നിന്റെ ഒരു പ്രയത്നവും കൊണ്ടല്ല നീ ജീവിക്കാൻ പോകുന്നത്. ദൈവം നിന്നെ നടത്താൻ പോവുകയാണ്. ദൈവം നിന്നെ കരം പിടിച്ച് നടത്താൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ അധ്വാനിച്ചിട്ട് പ്രാപിക്കാൻ പറ്റാത്തത് ഈ വർഷം നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോകും. എത്ര പേര് വിശ്വസിക്കുന്നു? കഴിഞ്ഞ ദിവസം വരെ ഇന്ന് വരെ നീ അധ്വാനിച്ചിട്ട് കിട്ടാത്ത ചില നന്മകള്, അനുഗ്രഹങ്ങൾ, ഉയർച്ചകള് നീ ആശ്ചര്യപ്പെട്ട് ഞെട്ടി ഭയപ്പെട്ടു പോകുന്നത് പോലെ ഈ വർഷം ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്.
നിന്റെ കണ്ണുകൊണ്ട് നീ നോക്കി ആശ്ചര്യപ്പെടുന്ന അത്ഭുതകരമായ ചില വഴികളും വാതിലുകളും നന്മകളും സമൃദ്ധിയും ജീവനും ചില സാമ്പത്തിക വഴികളുമൊക്കെ ചില വീടുകളൊക്കെ നിനക്കായി ഒരുക്കപ്പെടാൻ പോകുന്നു. ഭവനം ഒരുക്കപ്പെടാൻ പോകുന്നു. യാത്രകൾ ഒരുക്കപ്പെടാൻ പോകുന്നു. ലോക രാജ്യങ്ങളുടെ വാതിൽ തുറക്കാൻ പോകുന്നു. രാജ്യങ്ങളുടെ സമ്പന്നത വരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവൻ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. എന്റെ ലെവല് മാറാൻ പോവുക. എന്റെ സ്ഥിതിയെ ദൈവം മാറ്റാൻ പോവുകയാണ്. എന്റെ കർത്താവ് എന്നെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിച്ചിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തെ ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. എന്റെ കർത്താവിന്റെ വാലല്ല തലയാക്കുവാൻ വിളിച്ചിരിക്കുകയാണ്. എന്റെ മേലെ സമൃദ്ധിയെ ഞാൻ പ്രവചിക്കുന്നു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ജനത്തെ, കാണുന്ന ജനത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ വലിയ സമൃദ്ധിയെ ഞാൻ പ്രവചിക്കുകയാണ്. നീ വിശ്വസിച്ചാൽ ഈ വർഷം ഒരു സമൃദ്ധി, ഒരു ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ് ദരിദ്രന്മാർക്ക് വാരി വിതറി കൊടുക്കാൻ നിന്റെ അക്കൗണ്ടുകൾ നിറയാൻ പോവുകയാണ്. ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ് വരാൻ പോകുന്നു. സമൃദ്ധി വരാൻ പോവുകയാണ്. സമ്പത്ത് വരാൻ പോവുകയാണ്. നീ വർദ്ധിക്കാൻ പോവുകയാണ്. നിന്റെ സഭ വർദ്ധിക്കാൻ പോവുകയാണ്. ജനങ്ങൾ വർദ്ധിക്കാൻ പോവുകയാണ്. യെസ്, ആയുസ്സും ആരോഗ്യം വർദ്ധിക്കാൻ പോവുക. നീ പുഷ്ടിപ്പെടാൻ പോവുക. നീ പുഷ്ടിപ്പെടാൻ പോവുകയാണ്. നിന്റെ ലോണുകൾ അടഞ്ഞു മാറാൻ പോകുന്നു. അത് ക്യാൻസൽ ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ. ഈ വർഷം സകല ലോണുകളും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. കടബാധ്യതകൾ ക്യാൻസൽ ആകട്ടെ. ബാധ്യതകൾ അഴിയട്ടെ. നുഖങ്ങൾ തകരട്ടെ. രോഗശാപങ്ങൾ അഴിയട്ടെ. ആരോഗ്യം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പുഷ്ടി ഉണ്ടാകട്ടെ. സന്തോഷം ഉണ്ടാകട്ടെ. മനുഷ്യൻ പ്രവർത്തിച്ചിട്ടല്ല, നമ്മുടെ പ്രസംഗം കൊണ്ടല്ല, പ്രവചനം കൊണ്ടല്ല, രോഗശാന്തി കൊണ്ടല്ല. ഈ വർഷം കൂട്ടമായി ജനങ്ങൾ, മീനുകൾ, പല വർണ്ണത്തിലുള്ള മീനുകൾ, ആത്മാക്കൾ കൂട്ടം കൂട്ടമായി കയറി വരാൻ പോവുകയാണ്. കൂട്ടം കൂട്ടമായി ജനങ്ങൾ കയറി വരാൻ പോകുന്നു. പല വർണ്ണത്തിലുള്ള മീനുകൾ പോലെ ആത്മാക്കൾ വരാൻ പോവുകയാണ്. വലിയവനും ചെറിയവനും കയറാൻ പോവുകയാണ്. ഇന്ന് പകരം നമ്മുടെ പടക് നിറയാൻ പോവുകയാണ്. ശൂന്യമായ പടകുകൾ, ശൂന്യമായ അക്കൗണ്ടുകൾ, ശൂന്യമായ സാഹചര്യങ്ങളെ ദൈവം മാറ്റാൻ പോകുന്നു. നിന്റെ ശൂന്യതയുടെ നടുവിൽ എന്റെ ദൈവം ഇന്ന് രാത്രി ഇറങ്ങാൻ പോകുന്നു. ഇന്ന് പകൽ എന്റെ ദൈവം ഇറങ്ങുകയാണ്. ദൈവം ഇറങ്ങുന്നു. പാളയത്തിനകത്ത് ദൈവം ഇറങ്ങുകയാണ്. ഓ, തനിച്ചു പാർക്കുന്നൊരു ജനം, ഈ ജനം തനിച്ചു പാർക്കുന്നൊരു ജനം, ഈ ജനത്തിന്റെ നടുവില് ഈ ജനത്തെ എനിക്ക് ശപിക്കാൻ പറ്റത്തില്ല. ഈ ജനം അനുഗ്രഹിക്കപ്പെട്ട ജനം. ഈ ജനത്തിന്റെ മേൽ മഞ്ഞും മഴയും പെയ്യും. ഈ ജനം വർദ്ധിക്കും. ഈ ജനം അനുഗ്രഹിക്കപ്പെടും. ഈ ജനം ഉയർച്ച പ്രാപിക്കും. ഈ ജനം ഇന്റർനാഷണലി പുറത്തു വരും. ഈ ജനത്തിന്റെ മുമ്പിൽ ലോകത്തിലൊരു മനുഷ്യന് നിൽക്കാൻ പറ്റത്തില്ല. കാരണം ബിലയാം പറയുകയാണ്, ഈ ജനം തനിച്ചു പാർക്കുന്നൊരു ജനം. ശപിക്കാൻ വന്നവനെ കൊണ്ട് അനുഗ്രഹിക്കാൻ തക്കവണ്ണം ദൈവം വായി തുറക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ ആത്മാ പറയുകയാണ്, ഞാൻ നിന്നെ നോക്കി പ്രവചിക്കുകയാണ്, ഈ നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി ഉയർച്ച പ്രാപിച്ച് ഹല്ലേലൂയ നിന്റെ മുമ്പിലുള്ള സകല ശത്രുക്കളും ചിതറാൻ പോവുക. ഹല്ലേലൂയ, സ്തോത്രം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നമ്മൾ കാണാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അകമ്പടി നായകന്റെ വിശ്വാസം ദൈവത്തിന് ആവശ്യമില്ല. അകമ്പടി നായകന്റെ നെഗറ്റീവും പറഞ്ഞുകൊണ്ടിരിക്കുന്നവന്റെ ഇടയിൽ നമ്മൾ വസിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നെഗറ്റീവ് പറയുന്നവനെ വിട്ടുകളയണം, ഓടിക്കളയണം അവന്റെ അടുത്ത് നിന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എലീശ മൈൻഡ് ചെയ്തില്ല. എലീശ പറഞ്ഞു, നീ കാണും പക്ഷെ അനുഭവിക്കത്തില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇതൊന്നും ദൂതൊന്നും കേൾക്കാത്ത 3-4 കുഷ്ഠരോഗികൾ അപ്പുറത്ത് ഞാൻ ഇരിക്കുകയായിരുന്നു. ഇവർ പ്രവചനം കേട്ടില്ല, ദൂതം കേട്ടില്ല, പ്രസംഗം കേട്ടില്ല, ജനക്കൂട്ടവും കണ്ടില്ല, പിള്ളേരെ പുഴുങ്ങിത്തുന്നതൊന്നും അറിഞ്ഞില്ല. പക്ഷെ അവർ പറഞ്ഞു, മരിച്ചാലും ജീവിച്ചാലും നമുക്കൊരു വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നേരെ ആ സൈന്യത്തിലോട്ട്, അരാമ്യ സൈന്യമുണ്ടല്ലോ, അങ്ങോട്ടങ്ങ് കയറി ചെല്ലാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുക, ഈ നാളുകളിൽ നീ ഇന്ന് വരെ ഭയപ്പെട്ടിരുന്ന ചില ദേശങ്ങളിൽ, പട്ടണങ്ങൾ, ഏരികളിലൊക്കെ പ്രൈസ് ദി ലോർഡ് ചെന്ന് കഴിഞ്ഞാൽ RSSകാരാണ് അല്ലെങ്കിൽ അവരാണ് ഇവരാണ്, അവിടെ ചെന്ന് സുവിശേഷം പറഞ്ഞ അടി കിട്ടുമെന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിൽ മരിച്ചാലും ജീവിച്ചാലും എന്ന് പറഞ്ഞ് ചില കുടുംബങ്ങൾക്കകത്ത് ചില വ്യക്തികളോടൊക്കെ നീ ദൂത് പറയാൻ വേണ്ടി ദൈവം നിന്നെ അയക്കാൻ പോവുകയാണ്. ചില ഏരികളെ നീ പിടിക്കാൻ പോകുന്നു. ചില പട്ടണങ്ങളെ നീ പിടിക്കാൻ പോകുന്നു. നീ ഭയപ്പെട്ടിരുന്നതാണ്. എന്നാൽ ഈ വർഷം ആത്മാവ് പറയുകയാണ്, നിന്റെ അകത്തൊരു പ്രത്യേക ധൈര്യം ദൈവം അയക്കാൻ പോകുന്നു. ഒരു ധൈര്യത്തിന്റെ ആത്മാവ്. നിന്റെ ഉള്ളിലുള്ള ഭയം മാറാൻ പോകുന്നു. ഇതുവരെ നീ സുവിശേഷം പറയാത്ത വ്യക്തികളോട്, ജാതികളോട്, ഏരിയകളില്, പട്ടണങ്ങളില്, ഗ്രാമങ്ങളില്, ദേശങ്ങളില് ആത്മാവിന്റെ ശക്തിയോടെ നീ എഴുന്നേക്കാൻ പോവുകയാണ്. ഈ വർഷം ചിലർ എഴുന്നേക്കാൻ പോവുകയാണ്. നീ എഴുന്നേക്കുന്ന നിന്റെ ബലത്തിലല്ല,
നിന്റെ ശക്തിയിലല്ല, ഈ ബലത്തോടെ പോക എന്ന ഗിദെയോനോട് പറഞ്ഞ ദൈവം ഇന്ന് ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്. നിന്റെ മേൽ ദൈവം പകർന്ന ബലത്തോടെ നീ എഴുന്നേറ്റാൽ ഈ വർഷം ഇന്ന് വരെ പിടിക്കാൻ പറ്റാത്ത ചിലതിനെ ആത്മാവിൽ നീ വെട്ടിപ്പിടിക്കാൻ പോവുകയാണ്. വലിയൊരു പിടുത്തം, ഭയങ്കരമായ കൊള്ളയടിക്കുന്ന വർഷമായി ഇത് മാറാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നീ എഴുന്നേറ്റാൽ മതി. അടുത്തിരിക്കുന്നവരെ നോക്കി പറഞ്ഞു, എഴുന്നേക്കാൻ നീ തയ്യാറാണോ? നീ വലിയ കാര്യങ്ങൾ കൊള്ളയടിക്കാൻ പോവുകയാണ്. നീ വിശ്വാസത്താൽ എഴുന്നേക്കാൻ തയ്യാറാണോ? നീ വിശ്വാസത്താൽ എഴുന്നേക്കാൻ തയ്യാറാണോ? ഈ വർഷം കൊള്ളയടിക്കുന്ന വർഷം, ഈ വർഷം കൊള്ളയടിക്കുന്ന വർഷം. ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ കൊള്ളയടിക്കാത്ത ധനവും മാനവും പുരാതന സമ്പത്തും വസ്തുവകകളും ആത്മാക്കളെയും ഒക്കെ നീ കൊള്ളയടിക്കാൻ പോകുന്നു. ഭൗതികത്തിലും ആത്മീകത്തിലും ഒരുപോലെ നീ കൊള്ളയടിക്കാൻ പോവുകയാണ്. ഇത് കൊള്ളയടിക്കുന്ന വർഷമാണ്. 2021 ആത്മാക്കളെ കൊള്ളയടിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ആത്മാക്കളെ കൊള്ളയടിക്കുന്ന ഒരു വർഷമാണത്. അവർ മരിച്ചാലും ജീവിച്ചാലും ഒരു വിഷയമില്ല. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞ, മരിച്ചാലും ജീവിച്ചാലും യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും, കർത്താവിന് വേണ്ടി ജീവിക്കും. പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ, ഞാൻ യേശുവിന് വേണ്ടി മരിച്ചാലും ജീവിച്ചാലും ഞാൻ ക്രിസ്തുവിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. എനിക്ക് മരിക്കുന്നത് ലാഭം, ജീവിക്കുന്നത് മരിക്കുന്നത് ലാഭമാണ്. മരണത്തെ ഞാൻ ഭയപ്പെടുകയില്ല. ഈ ലോകത്തിലെ ജീവിതത്തെ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്നെ വിളിച്ചവന്റെ ഇഷ്ടം നോക്കി ഞാൻ അടർക്കളത്തിനകത്ത് ഞാൻ പോരാട്ട വീര്യമുള്ളവനായി ഞാൻ ഓട്ടക്കളത്തിനകത്ത് നിന്ന് പിന്നിലുള്ളതിനെ മറന്നുകൊണ്ട് മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ഞാൻ ഓടാൻ പോവുകയാണ്. ഞാൻ ഇടത്തോട്ട് നോക്കത്തില്ല, വലത്തോട്ട് നോക്കത്തില്ല, ഞാൻ പുറകോട്ട് നോക്കത്തില്ല. ഞാൻ ഓടാൻ പോവുകയാണ്. ഈ ഓട്ടക്കളത്തിനകത്ത് ഞാൻ നിൽക്കുകയാണ്. എന്റെ യേശുവിന് വേണ്ടി ഞാൻ ഓടാൻ പോവുകയാണ്. എന്റെ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത് ഓട്ടക്കളത്തിൽ ഓടി വിരുദ് പ്രാപിക്കാനാണ്, നീതിയുടെ കിരീടം പ്രാപിക്കാൻ, ജീവകിരീടം പ്രാപിപ്പാൻ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കാൻ. നിന്റെ പ്രകാശം വന്നിരിക്കുകയാണ്. രാജ്യങ്ങളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും, സമുദ്രത്തിലെ ധനം നിന്റെ അടുക്കൽ വരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. നീ കൊള്ളയടിക്കാൻ പോവുകയാണ്. ഈ 2021 നിന്റെ വർഷമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. മരിച്ചാലും ജീവിച്ചാലും ഒരു വിഷയമല്ലെന്ന് പറയുന്നവനെ ഇനി എന്തെങ്കിലുമൊക്കെ പ്രാപിക്കൂ. തന്റെ ഇടമുള്ളവനെ കർത്താവിന്റെ രാജ്യത്തിനെ വെട്ടിപ്പിടിക്കാൻ പറ്റുമോ? ദൈവരാജ്യം പണിയുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. സകല അഭിഷേകവും അധികാരവും കൃപയും നമ്മുടെ മേലെ ദൈവം തന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ സഭയ്ക്ക് സകല വാഴ്ചകളെ അധികാരങ്ങളെയും തോൽപ്പിക്കാൻ തകർക്കാനുള്ള അഭിഷേകം തന്നിട്ടുണ്ട്, അധികാരം തന്നിട്ടുണ്ട്. നീ എഴുന്നേറ്റാലേ അത്ഭുതം നടക്കൂ, നീ പോയാലേ അത്ഭുതം നടക്കൂ. നീ നടക്കുന്ന രാജ്യങ്ങൾ ദേശങ്ങൾ നിന്റെ കയ്യിൽ വരാൻ പോവുകയാണ്. നീ എഴുന്നേക്ക്, കാലേബിനെ പോലെ എഴുന്നേക്ക്. എന്നിട്ട് പറ, ഹെബ്രോൻ എനിക്ക് വേണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. 45 വയസ്സിൽ എന്റെ കൂടെ ഇരുന്ന ദൈവം ഇതാ 85ാമത്തെ വയസ്സിലും എന്റെ കൂടെ ഉണ്ട്. ഞാൻ ശക്തനാണ്. എന്റെ ശരീരം ബലഹീനമായിട്ടില്ല. ഞാൻ ബലഹീനനല്ല. കാരണം ഞാൻ എന്റെ ബലത്തിലല്ല യുദ്ധം ചെയ്യുന്നത്. എന്റെ കൂടെയുള്ളവൻ സർവശക്തനാണ്. അവൻ എന്നെ വിട്ടുമാറിയിട്ടില്ല. ഈ പ്രായത്തിൽ ഞാൻ ശക്തനാണ്. ഞാൻ ഹെബ്രോൻ പിടിക്കാൻ പോവുകയാണ്. കാലേബിന്റെ മേൽ വ്യാപരിച്ച വ്യത്യസ്തമായ ഒരു അഭിഷേകം ഇതിനകത്ത് ചിലരുടെ മേൽ ആത്മാവ് ഇന്ന് മകൽ പകരപ്പെടാൻ പോവുകയാണ്. പ്രാപിച്ചോ ദൈവത്തിന്റെ ശക്തി. കരങ്ങളെ അടിച്ചുകൊണ്ട് ഒരു കാലേബിനകത്ത് വ്യാപരിച്ചതുപോലെ ഒരു വ്യത്യസ്തമായ ആത്മാവിന്റെ ശക്തി, വിശ്വാസത്തിന്റെ ശക്തി, ധൈര്യത്തിന്റെ ശക്തി, ഉറപ്പിന്റെ ശക്തി, ദേശങ്ങളെ, രാജ്യങ്ങളെ, പട്ടണങ്ങളെ വെട്ടിപ്പിടിക്കാൻ ഒരു ആത്മാവിന്റെ അധികാരം, ഒരു തന്റെ ഇടം ഇന്ന് പകല ചിലരുടെ മേൽ. എങ്ങനെയുള്ള തന്റെ ഇടം? ദൈവം എന്റെ കൂടെ ഉണ്ട്. എൽ ശദായായ ദൈവം എന്റെ കൂടെയുണ്ട്. ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വാസമുള്ള എത്ര പേർ ഇതിനകത്തുണ്ട്? ഉറപ്പുള്ള എത്ര പേരുണ്ട്? എന്റെ കർത്താവ് എന്റെ കൂടെ. ഒന്നിന്റെ ശക്തി നിന്റെ അകത്ത് ഇന്ന് പകൽ കത്തട്ടെ, 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 തീയിറങ്ങട്ടെ. ആത്മാവിൽ പ്രാപിച്ചോ, ഒരു അഭിഷേകം പ്രാപിച്ചോ. യെസ്, നിന്റെ കടഭാരം മാറാനുള്ള ദിവസം ഇന്ന് പകൽ നിന്റെ ഉള്ളില് ആ ദൈവത്തിന്റെ വിശ്വാസം. യേശു എന്റെ കൂടെയുണ്ട്, യേശു എന്റെ കൂടെയുണ്ട്, എൽ ശദായിയായ ദൈവം എന്റെ കൂടെയുണ്ട്. യെസ്, നിന്നാൽ ഈ പടക്കൂട്ടങ്ങളെ നേരെ ഞാൻ പാഞ്ഞു ചെല്ലും. ഹല്ലേലൂയ. ഉറപ്പ്, ഉറപ്പ്.
ആ ധൈര്യം നമ്മുടെ അകത്തുണ്ടെങ്കിലേ നമ്മൾ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ്. ഞാൻ അത്ഭുത മനുഷ്യനാണ്. ഐ ആം എ മിറക്കിൾ വർക്കർ. ഞാൻ പറയുന്നത് സംഭവിക്കും. നീ വിളിച്ചു പറ, ഞാൻ പറയുന്നത് സംഭവിക്കും. ഞാൻ തൊടുന്നത് അത്ഭുതമായി മാറും. പച്ച വെള്ളത്തെ ഞാൻ വീഞ്ഞാക്കി മാറ്റും. എന്റെ കർത്താവിന്റെ അകത്തുണ്ട്. എന്റെ രുചിയില്ലാത്ത മണമില്ലാത്ത ലൈഫിനെ ഈ 2021 എന്റെ ദൈവം രുചിയും മണമുള്ള വീഞ്ഞാക്കി മാറ്റാൻ പോവുകയാണ്. പുതിയത് 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 എന്റെ ജീവിതത്തിൽ പുതിയത് ദൈവം ചെയ്യാൻ പോകുന്നു. പുതിയത് ഞാൻ പ്രാപിക്കാൻ പോവുകയാണ്. പ്രാപിച്ചോ ഒരു പുതിയ അഭിഷേകം, പുതിയ ശക്തി, വിശ്വാസം, അധികാരം, പുതിയ വസ്ത്രം ഇന്ന് പകൽ നിന്റെ മേൽ പകരപ്പെടട്ടെ. തീ നിന്റെ ശരീരത്തിന് കെട്ടടിയട്ടെ. ശാപം പൊട്ടട്ടെ, രോഗം പൊട്ടട്ടെ, ഡയബറ്റീസ് അഴിയട്ടെ, മരണക്കെട്ടുകൾ പൊട്ടട്ടെ, നിന്റെ തലമുറ വിടുവിക്കപ്പെടട്ടെ. Yes, hallelujah. നിന്റെ സ്ഥിതി മാറാൻ പോകുന്നു. നിന്റെ സ്ഥിതി മാറാൻ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്നവരെ നോക്കി പറ, നിന്റെ സ്ഥിതി മാറാൻ പോവുകയാണ്. നിന്റെ സ്ഥിതി മാറാൻ പോവുകയാണ്. ദൈവം പറഞ്ഞ ദൂത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ സമയമായിരിക്കുകയാണ്. കാരണം എന്റെ കർത്താവ് എൽ ശദായിയാണ്. അവൻ നിന്റെ അകത്തത വന്നു കഴിഞ്ഞു, നിന്റെ ഭവനത്തിൽ വന്നു കഴിഞ്ഞു, നിന്റെ പടകിൽ ഇറങ്ങിക്കഴിഞ്ഞു, നിന്റെ ഹൃദയത്തിനകത്ത് കയറി കഴിഞ്ഞു. നിന്റെ കൂടെ അവൻ ചലിക്കുകയാണ്. വിട്ടുവരിയാത്തൊരു ബന്ധം ഇന്ന് പകൽ നിന്റെ കൂടെ ചലിക്കുന്നൊരു ദൈവമുണ്ട്. Oh, the power of God. Yes, വിട്ടുവരിയാത്തൊരു ബന്ധം, വിട്ടുപിരിയാത്തൊരു ബന്ധം. യേശു പറയാണ്, വിട്ടുപിരിയാതെ നിന്റെ കൂടെ ഞാൻ നടക്കുകയാണ്. രാജ്യങ്ങൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. സായിപ്പന്മാർ വരാൻ സമയമായിരിക്കുകയാണ്. സായിപ്പന്മാർ പറന്നിറങ്ങാൻ പോവുകയാണ് നമ്മുടെ മധ്യത്തിൽ. ലോക രാജ്യങ്ങളിൽ ജനങ്ങൾ നമ്മുടെ മധ്യത്തിൽ വന്ന് ഇറങ്ങാൻ പോവുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യ പ്രവർത്തികളും നിന്റെയും എന്റെയും മധ്യത്തിലൂടെ ദൈവം ചെയ്യാൻ പോവുകയാണ്. മരിച്ചവരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഊമരും ചെകിടരും കുരുടരും സൗഖ്യമാകാൻ പോകുന്നു. വീൽ ചെയറിൽ ഇരിക്കുന്നവർ ചാടി എഴുന്നേൽക്കാൻ പോവുകയാണ്. നീ ഒരു മിറക്കിൾ മാനായി മാറാൻ പോകുന്നു. നീ ഒരു അത്ഭുതമായി മാറാൻ പോവുകയാണ്. യു ആർ എ മിറക്കിൾ വർക്കർ. ദൈവത്തിന്റെ അധികാരം നിന്റെ അകത്ത് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. നീ എഴുന്നേറ്റാൽ അത്ഭുതങ്ങളാണ് നടക്കാൻ പോകുന്നത്. നീ പറയേണ്ട താമസമേ ഉള്ളൂ. മോശയോട് ദൈവം പറഞ്ഞു, മോശെ നീ എന്തിനാ നിലവിളിച്ച് കരഞ്ഞും പിഴിഞ്ഞും ഇവിടെ നടക്കുന്നത്? നീ അങ്ങോട്ട് നിന്റെ വലത്തെ കരം അങ്ങോട്ട് നീട്ട. പ്രൈസ് ദി ലോർഡ്. നീ അങ്ങോട്ട് കൽപ്പിക്ക. ചെങ്കടൽ വഴിമാറാൻ സമയമായി. ഞാനല്ല മാറ്റുന്നത്, നീയാ മാറ്റുന്നത്. നീ എഴുന്നേറ്റാ മതി, നീ സംസാരിച്ചാ മതി, നീ കൈയൊന്ന് നീട്ടിയാൽ മതി. ഇതാ ചിലതൊക്കെ മാറിപ്പോകാൻ പോവുകയാണ്. പട്ടണങ്ങൾ ഇടിഞ്ഞു വീഴാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. നീ പറയുന്നത് സംഭവിക്കാൻ പോകുന്നു. നീ പറയുന്നത് സംഭവിക്കാൻ പോകുന്നു. യെസ്, നീ പറയുന്നത് സംഭവിക്കാൻ പോകുന്നു. എലീശ പറഞ്ഞു, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിൽക്കൽ അത്ഭുതം നടക്കുമെന്ന്. വിശ്വാസത്തോടെ എന്റെ കൂടെ എന്റെ ദൈവമുണ്ട്. എന്റെ വിളിച്ചവനാണ് എന്റെ കൂടെ ഉള്ളത്. ആ ദൈവം പറഞ്ഞിട്ടാ ഞാൻ പറയുന്നെന്ന് ഒരു ഉറപ്പ് എലീശയ്ക്കകത്ത് വന്നപ്പോൾ എലീശ ഒന്നും കാണാതെ പറയുകയാണ്, ഇതാ എന്റെ കൂടെ ദൈവമുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, അത് നാളെ സംഭവിക്കും. ഹല്ലേലൂയ. സ്തോത്രം. വിശ്വസിക്കുന്നവർക്ക് അത് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. സ്വന്തം ബലത്തിൽ ഊന്നുന്നവർക്ക് ഒരിക്കലും ഇത് നന്മ പ്രാപിക്കാൻ പറ്റത്തില്ല. ക്രിസ്തീയ ജീവിതം മിറക്കലസ് ആയിട്ടുള്ള ലൈഫാണ്. ക്രിസ്ത്യൻ ലൈഫ് വന്ന സൂപ്പർ നാച്ചുറൽ ആണ്. മനുഷ്യന്റെ ബലം നഷ്ടപ്പെട്ടെടുത്ത് ദൈവത്തിന്റെ ബലം ഇറങ്ങി വരുന്നതാണ് ക്രിസ്തീയ ജീവിതം. മനുഷ്യൻ ബലഹീനമായി എന്നെ കൊണ്ട് വയ്യ, ദാ തളർന്നു തീർന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു, ഞാൻ മനുഷ്യനാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് വിളിച്ചപ്പോൾ അവിടെ ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങി വരികയാണ്. ക്രൂശ് ചുമക്കാനുള്ള അഭിഷേകം കർത്താവിന് കൊടുത്തത് ദൈവത്തിന്റെ മഹത്വമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബലമില്ലാതാകുവോളം അവൻ കരഞ്ഞു. കരഞ്ഞവരൊക്കെ പിന്നെ ചാടി എഴുന്നേറ്റു ബലത്തോടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എന്ന പകൽ ദൈവം വിളിച്ചിട്ടുണ്ടോ? നിന്നെ കൈവിടുന്ന ദൈവം നിന്റെ കൂടെ ഇറങ്ങി നടക്കാൻ പോകുന്നു. ദാവീദ് രാജാവായത് ദാവീദ് യുദ്ധം ചെയ്ത് ജയിച്ചതുകൊണ്ടല്ല, അഭിഷേകമാണ് അവനെ അങ്ങനെ ആക്കിയത്. ദാവീദിന്റെ കയ്യില് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വാൾ കൊടുത്തിരുന്നെങ്കിൽ ഗോലിയാത്തിനെ കാണുമ്പോഴേ ദാവീദ് ഓടി രക്ഷപ്പെട്ടനെ. പക്ഷെ അഭിഷേകം വന്നപ്പോൾ തന്റെ മുമ്പിൽ നിൽക്കുന്ന ഗോലിയാത്തിനേക്കാൾ വലിയവനായ ദൈവം എന്റെ ഉള്ളിലുണ്ടെന്ന വെളിപ്പാട് ദാവീദിനകത്ത് കത്തിയത് കൊണ്ടാണ് ബലഹീനനായ ഒരു സൗമ്യനായ പവിഴ നേത്രങ്ങളുള്ള സുമുഖനായ ഒരു ചെറിയ ബാലൻ ഗോലിയാത്ത് എന്ന് പറഞ്ഞ ഭീകരനെ ഒറ്റ കല്ല് കൊണ്ട് കൊന്നത്.
ദാവീദിന്റെ മസിൽ പവർ കൊണ്ടല്ല, ദാവീദിന്റെ വിശ്വാസം കൊണ്ടാണ്. നമുക്ക് ബലവും ശക്തിയൊന്നും വേണ്ട, നിന്റെ അകത്ത് വിശ്വാസം മതി. നിന്റെ ഉള്ളിൽ വിശ്വാസമാണ് ഏറ്റവും വലിയ ആയുധം. നിന്റെ വിശ്വാസത്തെ നീ സമ്പന്നനായി കഴിഞ്ഞാൽ പിന്നെ ലോകത്താർക്കും നിന്നെ തകർക്കാൻ പറ്റത്തില്ല. നീ ലോകത്തിലുള്ള സകല നിയമങ്ങളെയും എല്ലാ ഭൂഗുരുത്ത ആകർഷണ ബലത്തെ നീ തകർക്കാൻ പോവുകയാണ്. ലോകത്തിന്റെ ലോസിനെ നീ തകർക്കും. വിശ്വാസത്താൽ നീ ലോകത്തിന്റെ ലോസുകളെ തകർക്കും. ഭൂഗുരുത്ത ആകർഷണ ബലങ്ങളെ നീ തകർക്കും. ഹല്ലേലൂയ. നിന്റെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമായി സ്വർഗത്തിലെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുക. ഹല്ലേലൂയ. സ്തോത്രം. അതാണ് സൂപ്പർ നാച്ചുറൽ, അതാണ് ക്രിസ്ത്യൻ ലൈഫ്. ബലഹീനരായ 4 പേര് എഴുന്നേറ്റു. അവരുടെ ശരീരത്തിൽ ബലമില്ല, അവർക്ക് സ്പിൻ സപ്പോർട്ടുകളേ ഇല്ല, അവർ കുഷ്ഠരോഗികളാണ്, മരിക്കാൻ നടക്കുന്നവരാണ്. അങ്ങനെയുള്ളവനെ ദൈവം എഴുന്നേൽപ്പിക്കും. അല്പമെങ്കിലും ബലം ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ളവനൊന്നും ദൈവത്തിനാൽ ഉപയോഗിക്കപ്പെട്ട ചരിത്രമില്ല. പ്രൈസ് ദി ലോർഡ്. മരിക്കാൻ കിടക്കുന്നവൻ, ബലമില്ലാത്തവൻ, ചീഞ്ഞ് നാറുന്ന ശരീരമുള്ളവൻ, ഹല്ലേലൂയ, ഏത് സമയം മരിക്കാം, മരിച്ചാലും ജീവിച്ചാലും ഒരു വിഷയമല്ലെന്നോ ചിന്തിക്കുന്നവൻ, അങ്ങനെയുള്ളവനോട് കർത്താവ് നീ എഴുന്നേറ്റോ, ഞാൻ നിനക്ക് മുമ്പിൽ ഞാൻ നടക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഴുന്നേറ്റപ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഒരു വലിയ ആരവത്തെ, അരാമ്യ പടക്കൂട്ടത്തെ കേൾപ്പിക്കുകയാണ്. ഇല്ലാത്തൊരു ആരവം കേട്ടപ്പോൾ യുദ്ധമില്ല, അവിടെ ഒന്നുമില്ല, ചെറിയൊരു ഭയപ്പെടുത്തൽ. ഹല്ലേലൂയ. നീ എഴുന്നേറ്റാ മതി, ദൈവം നിനക്ക്, നീ എഴുന്നേൽക്കുമ്പോൾ തന്നെ ദൈവം നിനക്ക് വേണ്ടി അങ്ങ് എഴുന്നേക്കും. പ്രൈസ് ദി ലോർഡ്. നീ വിശ്വാസത്തിന്റെ കാര്യങ്ങളൊക്കെ ചുമ്മാ വിളിച്ചു വാങ്ങ് പറഞ്ഞാൽ മതി. അതാണ് നിന്റെ എഴുന്നേൽപ്പെന്ന് പറയുന്നത്. നീ വെറുതെ ഇരുന്നുകൊണ്ട് വലിയ കാര്യങ്ങളൊക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞാൽ നിനക്കെന്തോ നഷ്ടം? ഹല്ലേലൂയ. നീ എത്ര പറഞ്ഞാലും അതിനപ്പുറം ചെയ്യാൻ ശക്തനായ ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു. നീ എത്ര പറയും, എന്ത് പറയും, നിന്റെ ബുദ്ധിക്കും നിന്റേതായ ഒരു വിവരത്തിനനുസരിച്ചല്ലേ പറയൂ. ഹല്ലേലൂയ. എൻ്റെ മകൻ വന്ന 5 സ്റ്റാർ മുട്ടായി ഡാഡി വാങ്ങിച്ചു തരുമോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ബുദ്ധിക്കനുസരിച്ച് അവനെ സംബന്ധിച്ച് 5 സ്റ്റാർ മുട്ടായിയൊക്കെ 5 സ്റ്റാർ ഡാഡിക്ക് വാങ്ങിച്ചു തരാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുമോ, ഉണ്ടോ എന്നൊക്കെ പക്ഷേ അവർക്കറിയാത്ത പിന്നെ ഒരു ശക്തി നമ്മുടെ മേലുണ്ടെന്ന് അവർക്കറിയത്തില്ല. ഹല്ലേലൂയ. അവരുടെ ബുദ്ധി അനുസരിച്ച് അവർ വിചാരിക്കും അവർ ചോദിക്കുന്നത് വലിയ സംഭവമാണെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മുടെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ നമ്മളെ വിളിച്ചവന്റെ കപ്പാസിറ്റി അളക്കാൻ ഇന്ന് വരെ ഭൂമിയിൽ ഒരു മനുഷ്യനും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല. ലോകത്തൊരു മനുഷ്യനോ ശക്തിക്കോ ഒന്നിനും എൻ്റെ ദൈവത്തിന്റെ ആവനാഴി അളക്കാൻ പറ്റിയിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് അളവ് പാത്രമുണ്ട്, സ്വർഗത്തിൽ അളവ് പാത്രങ്ങളില്ല. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റാൽ മതി. എഴുന്നേറ്റ ക്രിസ്ത്യൻ ലൈഫ് വെരി സിമ്പിൾ ലൈഫാണ്. ഹല്ലേലൂയ. സിമ്പിൾ ലൈഫാണ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിക്കുക മാത്രം, ജോലിയില്ല. പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ച് എഴുന്നേൽക്കുക, വിളിച്ചു പറയുക. ഹല്ലേലൂയ. എഴുന്നേറ്റു, വിളിച്ചു പറഞ്ഞു, ചാവാൻ റെഡിയായി അങ്ങോട്ട് പോയപ്പോൾ ആരവം കേട്ടു, സൈന്യമെല്ലാം ഓടിക്കളഞ്ഞു. 100 മൈൽ സ്പീഡിൽ അവര് എല്ലാം എടുത്തുകൊണ്ട് ഓടി. ഹല്ലേലൂയ. സ്തോത്രം. ഇവർ പാളയത്തിൽ ചെന്നപ്പോൾ അവിടെ വലിയ കൊള്ള കിടക്കുകയാണ്. ഇഷ്ടം പോലെ പണം, ഇഷ്ടം പോലെ വെള്ളിയും പൊന്നും ഫുഡും വസ്ത്രങ്ങളും എല്ലാം കൊണ്ടങ്ങ് നിറഞ്ഞു കിടക്കുക. കുതിരയും ഒട്ടകവും എല്ലാം കിടക്കുകയാണ്. ഇവർ 2-3 ദിവസം വിചാരിച്ചിട്ടും ഇത് എത്ര എടുത്തിട്ട് ഇവരും എടുത്ത്, ഇവരുടെ തലമുറകൾക്കെടുത്തു, അവരുടെ കണക്കനുസരിച്ച് എടുക്കാനുള്ളതെല്ലാം എടുത്ത് കുറേയൊക്കെ കുഴിച്ചിട്ടു. എന്നിട്ടും തീരുന്നില്ല. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. ഒരു സീസൺ വരും, നീ വിശ്വസിച്ച് നിന്റെ ബലമെല്ലാം പോയി, നീ അങ്ങ് തകർന്ന് നീ മരിച്ചാലും ജീവിച്ചാലും വിഷയമില്ലെന്ന നിലവാരത്തില് കംപ്ലീറ്റ് അങ്ങ് കർത്താവിന്റെ കരങ്ങളിലോട്ട് അങ്ങ് കൊടുക്കുമ്പോൾ ദൈവം നിന്നെ ഒരു അനുഗ്രഹം അങ്ങ് അനുഗ്രഹിക്കും. അത് നിന്റെ തലമുറയായിട്ട് അനുഭവിച്ചാലും തീരാത്ത ഒരു നന്മ, അനുഗ്രഹം, കംപ്ലീറ്റ് സറണ്ടർ ആകുന്നവർക്ക് വേണ്ടി. നിന്റെ ബലമെല്ലാം ക്ഷയിച്ച് നീ കംപ്ലീറ്റ് സറണ്ടർ ആകുമ്പോൾ ആത്മാ പറയുന്നു ഒരു ഡബിൾ പോർഷൻ നിന്റെ ലൈഫിൽ വെളിപ്പെടാൻ പോകുന്നു. എത്ര എടുത്താലും തീരാത്ത ഒരു ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ് 2021 ഞാനും നീ അനുഭവിക്കാൻ പോവുകയാണ്. ഓ റീഖമാനവ ക്ഷമാനവ രീപ ഷന്ധര. ആത്മാ പറയുകയാണ് നമ്മുടെ അളവുകളെല്ലാം കഴിഞ്ഞ്,
നമ്മൾ എടുത്ത് അനുഭവിച്ചിട്ട് അവസാനം അവർ വിചാരിച്ചു ഇതെല്ലാം മതിയായില്ല. ഇതൊക്കെ അവരെടുത്ത അവസാനം അവർക്ക് മതിയായപ്പോൾ പറഞ്ഞു നമ്മൾ മാത്രം അനുഭവിച്ചാൽ പോരാ, ഇത് നാട്ടുകാരെല്ലാം നമുക്ക് അറിയിക്കണം. ഹല്ലേലൂയ, നാട്ടുകാരെല്ലാം ഇത് അനുഭവിക്കണം. ഹല്ലേലൂയ. ആർക്കും വേണ്ടാത്തവരെ കൊണ്ട് ഒരു രാജ്യത്തെ മുഴുവനും ദൈവം എന്ത് ചെയ്തു? രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവന്നു. മരിക്കാൻ കിടന്ന സകല മനുഷ്യരും ഇഷ്ടം പോലെ തിന്നു കുടിച്ച് അവർ സമ്പന്നരായി. ഒറ്റ ദിവസം 4 പേര് വിശ്വാസത്തിൽ എഴുന്നേറ്റപ്പോൾ ഒരു രാജ്യം റിവൈവലുണ്ടായി. കർത്താവ് പറയാർ വലിയ റിവൈവലിന് സമയമായിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. ബലമുള്ളവൻ വേണ്ട, അഭ്യാസികളെ ദൈവത്തിന് ആവശ്യമില്ല, ബുദ്ധി രാക്ഷസന്മാരെ ആവശ്യമില്ല, PhD എടുത്തവരെ ആവശ്യമില്ല. എല്ലാം ബലവും തകർന്ന, എല്ലാം മരിച്ചാലും ജീവിച്ചാലും ദൈവത്തിനാണെന്നുള്ള ചിന്തയിൽ എഴുന്നേക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലൂടെ ലോക രാജ്യങ്ങളെ ഒരു എൻഡൈം റിവൈവലിലോട്ട്, ഒരു വലിയ റിവൈവലിലോട്ട്, ബലം ക്ഷയിച്ചവരെ, വിശ്വാസത്തിൽ പൊട്ടന്മാരായവരെ, അറിവിൽ പൊട്ടന്മാരായവരെ, ലോകം വിഡ്ഢി എന്ന് വിളിക്കപ്പെട്ടവരെ, എല്ലാവരും തള്ളിക്കളഞ്ഞവരെ എന്റെ ദൈവം ഈ കാലഘട്ടത്തിൽ എടുത്ത് എക്സ്പീരിയൻസുകളില്ലാത്ത, പാരമ്പര്യം പറയാനില്ലാത്ത ചിലരെയൊക്കെ എന്റെ ദൈവം വിശ്വാസ വീരന്മാരെ പോലെ ചിലർ എഴുന്നേക്കുമ്പോൾ ഇതാ വലിയ റിവൈവൽ വെളിപ്പെടാൻ പോകുന്നു, ഉണർവ് സംഭവിക്കാൻ പോകുന്നു. ഈ കാലഘട്ടം ഇന്ന് വരെ കണ്ടതിനും വെച്ച് ഏറ്റവും വലുത് സ്വർഗത്തിലെ ദൈവം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. ദൈവം അങ്ങനെ നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു. ടെക്നോളജികൾ പരാജയപ്പെടുമ്പോൾ, നിന്റെ അറിവ് പരാജയപ്പെടുമ്പോൾ, ആത്മാവിന്റെ ശക്തിയോടെ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. നമ്മുടെ ടെക്നോളജികളെല്ലാം പരാജയപ്പെടും, നമ്മുടെ അറിവുകളെല്ലാം പരാജയപ്പെടും. നമ്മുടെ കയ്യിലുള്ളതെല്ലാം ഉപയോഗിച്ച് നമ്മൾ മടുക്കുമ്പോൾ, ബലം പോരാതെ വരുമ്പോൾ കർത്താവ് നിന്നെ ഈ കാലഘട്ടത്തിലെ പ്രവാചകനും പ്രവാചികമായി എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ ബലം നിന്റെ അകത്ത് പകരുന്ന ഒരു സീസണാണിത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭയങ്കരമായ പ്രവൃത്തി നമ്മൾ കാണാൻ പോവുകയാണ് ഈ വർഷം. ഹല്ലേലൂയ. ഫിലിപ്പോസിനെ അടുത്ത് വിളിച്ച യേശു കർത്താവ് ഇങ്ങനെ ചോദിക്കുകയാണ്, ഫിലിപ്പോസെ ഈ ജനത്തിന് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പോസ് പറഞ്ഞു 200 വെള്ളി പണമുണ്ട്, അതുകൊണ്ട് വാങ്ങിച്ചാൽ ഈ ജനത്തിന് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അത്ര വിശ്വാസമേ ഫിലിപ്പോസിനുള്ളൂ. ഈ 5000 പേരെ ഫുഡ് ഒക്കെ കൊടുത്ത് പിന്നെ പോറ്റി പുലർത്താനൊന്നും പറ്റുന്ന ഒരു സംഭവം, പണം നമ്മളെ കയ്യിലില്ല, ബ്രെഡ് നമ്മളെ കയ്യിലില്ല, വേറെ ആകെ 5 അപ്പവും 2 മീനും ഉള്ള പരിപാടിയേ ഉള്ളൂ ഒരു പയ്യൻ്റെ. അപ്പോൾ ഫിലിപ്പോസിനോട് തന്നെ കർത്താവ് ചോദിക്കാൻ കാരണം ഫിലിപ്പോസിന്റെ ഫ്യൂച്ചർ ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. നിന്റെ ഭാവിയെ കുറിച്ച് അറിയുന്ന ഒരു ദൈവം. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്ലാനും പദ്ധതിയുണ്ട്. ദൈവത്തിന് നിന്റെ ഉള്ളിലുള്ള ഫെയ്ത്തിന്റെ അളവൊന്ന് അറിയണം. നിന്റെ വിശ്വാസം എത്രയുണ്ടെന്ന് ദൈവത്തിന് അറിയണം. നിന്റെ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ നിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, നിന്റെ ഹൃദയത്തിന്റെ ഇതെന്താണ്? പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തിലുള്ള വിശ്വാസം നിനക്കുണ്ടോ? ദൈവത്തിന്റെ ആ മഹത്വത്തിൽ നിനക്ക് വിശ്വാസമുണ്ടോ? അതോ നിന്റെ കയ്യിലിരിക്കുന്നത് കൊണ്ട് ജീവിക്കാനാണോ? ഇതൊക്കെ ദൈവത്തിന് അറിയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഫിലിപ്പോസിന്റെ വിശ്വാസം വളരെ ചെറുതായിരുന്നു. ഫിലിപ്പോസിന്റെ കണക്കുകൂട്ടലുകളെല്ലാം ചെറുതായിരുന്നു. പക്ഷേ ഈ ഫിലിപ്പോസിനെയാണ് ദൈവം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ മേശമേൽ ശുശ്രൂഷകനാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവന്റെ ചെറിയ വിശ്വാസം അനുസരിച്ച് ഒരു ചെറിയ പൊസിഷനിൽ കൊണ്ടെത്തിച്ചു. കർത്താവ് നോക്കിയപ്പോൾ ഫിലിപ്പോസിന് വലിയ വിശ്വാസമൊന്നുമില്ല. അതുകൊണ്ട് ഫിലിപ്പോസെ, നീ അപ്പോസ്തലനും പ്രവാചകനും ഇവാഞ്ചലിസ്റ്റും ഒക്കെ ആവുന്നതിന് മുമ്പ് നിന്റെ ഒരു പരിപാടി ഞാൻ നിനക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തരാം. എൻ്റെ മിറക്കിൾസ് ഞാൻ വർദ്ധിപ്പിക്കുന്നതും, പിന്നെ 5000 പേര് വന്നാൽ 12 കൊട്ട നിറച്ചെടുത്ത ആ ദൈവത്തിന്റെ ആ മഹത്വത്തെ കാണിച്ചു കൊടുത്തിട്ട് ഇനി നീ ശുശ്രൂഷിക്കേണ്ടത് മേശമേലാണ്. ഇവിടെ വരുന്ന ദൈവമക്കൾക്കെല്ലാം ഫുഡ് കൊടുക്കുന്ന ഒരു ശുശ്രൂഷ ഞാൻ നിന്നെ ഏൽപ്പിക്കുക. ഹല്ലേലൂയ. കാരണം ഈ എവിടെയാണോ നീ പരാജയപ്പെട്ടത് അവിടെ നിന്ന് നീ എക്സ്പീരിയൻസിൽ വളരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തില് ദൈവം നിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ നീ പരാജയപ്പെട്ട മേഖല ഫുഡിന്റെ മേഖലയിലാണ്. ഹല്ലേലൂയ. ഫുഡിന്റെ മേഖലയിൽ പരാജയപ്പെട്ടെങ്കിൽ ഫുഡിന്റെ മേഖലയിൽ ജയം നിനക്കുണ്ടാകണം. ഹല്ലേലൂയ. നീ പരാജയപ്പെട്ട അതേ ശുശ്രൂഷയെ
ദൈവം നിനക്ക് തിരിച്ചു തന്ന് നിന്നെ ഒരു വലിയ ജയാളിയാക്കി മാറ്റാൻ പോകുന്നു. നീ എവിടെ പരാജയപ്പെട്ടോ വിശ്വാസത്തിൽ, നീ എവിടെയാണ് നിന്റെ വിശ്വാസത്തിൽ പരാജയപ്പെട്ടത്, അവിടെ മടക്കിക്കൊണ്ടുവന്ന് ആ ശുശ്രൂഷ നിന്റെ കരങ്ങളിൽ തന്ന് അതിൽ നീ ഒരു ജയാളിയായി മാറുമ്പോൾ അടുത്തൊരു പ്രൊമോഷൻ നിന്റെ മേൽ വെളിപ്പെടാൻ പോയ. അതാണ് അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിൽ വിചാരകനാക്കുമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളെ ദൈവം വിളിച്ചത് വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകളിൽ നീ വിശ്വസ്തരല്ലെങ്കിൽ, നീ അത് നേരാവണ്ണം ചെയ്യാതെ നിന്റെ ഇഷ്ടപ്രകാരമാണ് നീ ചെയ്യുന്നതെങ്കിൽ നിനക്ക് പ്രൊമോഷൻ കിട്ടത്തില്ല. നിന്നെ അവിടെ ഇട്ട് പഠിപ്പിക്കും. പലരുടെ ലൈഫിൽ ഉയർന്ന വലിയ മനുഷ്യ നിലവാരങ്ങളിൽ പുറത്തു വരാത്തതിന് കാരണം ദൈവത്തിൻ്റെ ആ ഫെയ്ത്തിലും ദൈവത്തിൻ്റെ ഹിതപ്രകാരവും ദൈവത്തിൻ്റെ ആ സ്റ്റാൻഡേർഡിലും അല്ല നമ്മൾ പലതും ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടേതായ ഒരു അറിവിലും ബുദ്ധിയിലും നമ്മുടെ ഇഷ്ടത്തിലും നമ്മുടേതായ താല്പര്യത്തിലും ചെയ്യുമ്പോൾ നിന്റെ ശുശ്രൂഷകളും ആ ലെവലിൽ തന്നെ കിടക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ഫിലിപ്പോസിന് പറ്റിയത്. ഫിലിപ്പോസിനെ എന്ത് ചെയ്തു? മേശമേൽ ശുശ്രൂഷകനാക്കി. സ്തേഫാനോസ്, ഫിലിപ്പോസ് ഇവരൊക്കെ ഫുഡ് കൊടുക്കുന്ന ആൾക്കാരായി. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ കുറച്ച് നാളങ്ങനെ കിടന്നപ്പോൾ കൂടെ 6-7 പേരുണ്ടായിരുന്നു. ഈ 7 പേരും വില്ലന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. അതിലൊരാളാണ് സ്തേഫാനോസ്. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യന് ജ്ഞാനത്തോട് തോൽപ്പിക്കാൻ പറ്റാത്ത വെളിപ്പാടും വിശ്വാസ വീരനുമായ സ്തേഫാനോസ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവരെല്ലാം കൂടെ ഈ മേശമേൽ ശുശ്രൂഷ എല്ലാം ചെയ്തുകൊണ്ട് നിന്നപ്പോൾ ഫിലിപ്പോസിന്റെ വിശ്വാസം വർദ്ധിച്ചു. ഹല്ലേലൂയ. തന്നെ ഏൽപ്പിച്ച മേശമേൽ ശുശ്രൂഷ ഏൽപ്പിച്ചപ്പോൾ അപ്പോസ്തലന്മാരായ പൗലോസിനോടോ പത്രോസിനോടോ യോഹന്നാനോടോ ആരോടും തർക്കിക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ വിഷയം ഉണ്ടാക്കാനോ ഒന്നിനും പോകാതെ അവരെ ഏൽപ്പിച്ച ആ ശുശ്രൂഷയിൽ വിശ്വസ്തരായിട്ട് അങ്ങ് മുന്നോട്ട് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ദൈവം കണ്ടു. അപ്പോസ്തലന്മാർ കണ്ടില്ല, പത്രോസ് കണ്ടില്ല, ആരും കണ്ടില്ല. ഫിലിപ്പോസിന്റെ പഴയ വിശ്വാസമല്ല, ഇപ്പോൾ അവന്റെ ഫെയ്ത്ത് വർദ്ധിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ അവൻ വിശ്വസ്തനാണെന്ന് ദൈവം കണ്ടപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഫിലിപ്പോസിനെ ലോകം അറിയപ്പെടുന്ന റിവൈവലിസ്റ്റാക്കി പുറത്തു കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ കണക്കുകൂട്ടലുകളല്ല ദൈവത്തിന് നിന്നെ കുറിച്ചുള്ളത്. നീ ഇപ്പോൾ ആയിരിക്കുന്ന പൊസിഷനകത്ത് ഇത് മതി എന്ന് പറഞ്ഞ് നീ ഇരിക്കുമ്പോൾ ആത്മാവ് പറയുകയാണ്, നീ അതിൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കുമ്പോൾ ഫിലിപ്പോസേ, നിന്റെ കണക്കുകൂട്ടലുകളെല്ലാം മാറാൻ പോവുകയാണ്. ഒരു നിമിഷം കൊണ്ട് നിനക്കൊരു പ്രൊമോഷൻ ഞാൻ തരാൻ പോകുന്നു. ഞാൻ നിന്നെ അപ്പോസ്തലന്മാർ എല്ലാവരും ഞെട്ടിപ്പോകുന്ന രീതിയിൽ ഒരു പട്ടണത്തെ, ശമരിയ പട്ടണത്തെ ഒറ്റ ദിവസം കൊണ്ട് ഇളക്കി മറിക്കുന്ന ഒരു വലിയ പ്രീച്ചറായി, ഒരു റിവാഞ്ചലിസ്റ്റായി, ഒരു റൈനാഡ് ബോങ്കയെ പോലെ, ഒരു ബെന്നി ഹിന്നിനെ പോലെ ഒരു നിമിഷം കൊണ്ട് നിന്നെ ഒരു പട്ടണം പിടിക്കുന്നവനാക്കി തീർക്കാൻ എന്റെ ദൈവത്തിന് കൃപയുണ്ട്, മനസ്സുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? ഹല്ലേലൂയ. ഇന്ന് മകലെ ഫിലിപ്പോസിനോട് പറയുക, കർത്താവ് പറഞ്ഞ ഫിലിപ്പോസേ, നിന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും തന്നപ്പോൾ, ഹല്ലേലൂയ, നിന്റെ കയ്യിലുള്ള 200 പണമൊക്കെ നിന്റെ കയ്യിലുണ്ടായിരുന്നപ്പോൾ ഈ ജനത്തെ ഞാൻ ഈ നിലവാരങ്ങളിലൊക്കെ മാനിക്കുമെന്നും അവർക്ക് 5000 പുരുഷന്മാർക്ക് എല്ലാവർക്കും കൂടെ ഫുഡും കൊടുത്ത് 12 കൂട്ടം നിറച്ചെടുക്കുമെന്ന് എന്തെങ്കിലും നിനക്ക് തോന്നിയോ? ഇല്ല. നിന്റെ ഹൃദയത്തിൽ ഒരിക്കലും തോന്നാത്തതേ ഞാൻ ചെയ്യൂ. നിന്റെ ഹൃദയത്തിനകത്ത് നീ ഇട്ടിരിക്കുന്ന ചില വിലകളും കണക്കുകളും ചില മൂല്യങ്ങളും നിനക്കുണ്ട്. പക്ഷെ അതിനപ്പുറം നിന്നെ കാണുന്നവനാ ദൈവം. ഹല്ലേലൂയ. നീ പലതും കാണാൻ പോകുന്നതേ ഉള്ളൂ. നീ ഇന്ന് വരെ കണ്ടതിലാണ് നീ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ഇരിക്കുക. ഇതൊക്കെ മതി, ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കുക. എന്നാൽ ഫിലിപ്പോസിനോട് ആത്മാവ് പറയുന്നു, നിന്നെ അങ്ങനെ വിടാൻ എനിക്ക് ഉദ്ദേശമില്ല. നിന്റെ ലൈഫിൽ നീ അടുക്കളയ്ക്കകത്ത് കിടന്ന് കഞ്ഞിയും കൊടുത്ത് കിടക്കാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. നിന്നെ കൊണ്ട് എനിക്ക് പദ്ധതിയുണ്ട്. നിനക്ക് അത് മതിയായിരിക്കും. നീ ഒരു മേശമേൽ ശുശ്രൂഷകനായി ഒതുങ്ങിയാൽ മതിയെന്ന് നീ ചിന്തിച്ചിരിക്കുക. പക്ഷെ ആത്മാവ് പറയുന്നു, ഒരു പട്ടണത്തെ പിടിക്കാൻ ഫിലിപ്പോസേ, നിന്റെ കണക്കുകൂട്ടലുകൾ അഴിയാൻ പോകുന്നു. ഒരു പട്ടണത്തെ പിടിക്കാൻ ഒരു അഭിഷേകം നിന്റെ ഉള്ളിലുണ്ട്. നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയെക്കുറിച്ച് നിനക്കറിയത്തില്ല. നിന്റെ വിളിയെക്കുറിച്ച് നിനക്കറിയത്തില്ല. നിന്റെ ഭാവിയെക്കുറിച്ച് നിനക്കറിയത്തില്ല. നീ ഒരു പട്ടണം പിടിക്കാനുള്ളവനാണ്. ശമരിയെ പിടിക്കാനുള്ളവനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പോസിന് ശമരിയെ പിടിച്ചപ്പോൾ ഫിലിപ്പോസ് സന്തോഷമായി. പക്ഷേ ഫിലിപ്പോസ് വിചാരിച്ചു, ഇതുകൊണ്ട് അങ്ങ് അവസാനിക്കും, ഞാൻ ഈ ക്രൂസൈഡ് പ്രീച്ചറായി അങ്ങ് പോവാം.
ഇനിയിപ്പോൾ അടുത്ത് എനിക്ക് കിട്ടുന്നത് ഇന്റർനാഷണൽ പ്രീച്ചിങ് അല്ല ക്രൂസൈഡ് ആയിരിക്കും, കൺവെൻഷൻ ആയിരിക്കും. ഇനി അടുത്ത് ഇനിയിപ്പോൾ വലിയ വലിയ 10,000 ഈ ശമരിയയിൽ ഭയങ്കര ഇളക്കം ഉണ്ടായി. അപ്പൊ ശമരിയയിൽ നടന്ന അതേ ശുശ്രൂഷയായിരിക്കും ഇനി അടുത്തെന്ന് ചിന്തിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ അല്ല, നീ ക്രൂസൈഡ് പ്രീച്ചറൊക്കെയാണ്, പക്ഷെ ഞാൻ നിന്നെ ഇനി കൊണ്ടുപോകുന്നത് ഒറ്റ വ്യക്തിക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഒരു വ്യക്തിയോട് നീ സുവിശേഷം പറയണം. ക്രൂസൈഡിൽ പ്രസംഗിച്ചവനോട് നമ്മൾ ആരെങ്കിലും ചെന്ന് ഒരു പട്ടണത്തിൽ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ റെയ്നാട് മുതൽ 30 ലക്ഷം പേര് വരുന്ന ഒരു ക്രൂസൈഡിൽ പ്രസംഗിച്ച ബെന്നിഹിനോട് മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ നമ്മൾ ചെന്ന് പറയുകയാണ്, അവിടെ ഞങ്ങളുടെ വീട് വരെ വരുമോ, അവിടെ ഒരാൾ ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുകയാണ്, ആ വ്യക്തിയോടൊന്ന് സുവിശേഷം പറയുമെന്ന് ചോദിച്ചാൽ നമ്മളെ ഓടിക്കൂലേ? പക്ഷേ കർത്താവ് അതാണ് ചെയ്തത്. ഹല്ലേലൂയ. ക്രൂസൈഡ് പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ കർത്താവ് പറഞ്ഞു, നേരെ വിട്ടോ. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തി രഥത്തിൽ കയറി വരുന്നുണ്ട്, ഒരു ബോധവും ഇല്ലാതെ വചനം വായിച്ചുകൊണ്ടിരിക്കുക. അവനൊരു ബോധം കൊടുക്കാൻ നിന്നെ ഞാൻ എടുത്തുകൊണ്ട് പോകാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. നേരെ വിട്ടു അവിടെ. പ്രൈസ് ദി ലോർഡ്. ഒന്നും പറഞ്ഞില്ല, നേരെ അങ്ങോട്ട് വിട്ടു. ഒരു വ്യക്തിക്ക് വേണ്ടി സുവിശേഷം പറയാൻ ഓടി അവിടെ ചെന്ന് ആ വ്യക്തിയോട് ദൂതൊക്കെ പറഞ്ഞ് അയാളെ സ്നാനപ്പെടുത്തിയപ്പോൾ ഫിലിപ്പോസ് ചിന്തിച്ചു, ഇനി അടുത്ത് ഞാൻ നടന്നു പോകേണ്ടി വരും. ഇനി രഥം ഇനിയിപ്പോ ഈ പുള്ളിയാണല്ലോ സ്നാനപ്പെടുത്തിയത്, അപ്പോൾ ഈ പുള്ളിയുടെ രഥത്തിൽ തന്നെ കയറി അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാം എന്നാണ് ഫിലിപ്പോസ് ചിന്തിച്ചത്. പക്ഷെ നിന്റെ ചിന്തയ്ക്കും അതീതമായി നിന്റെ ലൈഫിലോ ബൈബിളിന്റെ ചരിത്രത്തിലോ അതിൽ ഒരിക്കലും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരു വലിയ ട്രാവലിംഗ് നീ നടത്താൻ പോവുകയാണ്. ഒരു യാത്ര നീ ചെയ്യാൻ പോവുകയാണ്. അതെന്താ? ഈ വരും കാലഘട്ടങ്ങളിൽ ആത്മാവ് പറയുകയാണ്, നിന്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെട്ട് ഒരു വലിയ യാത്ര പോലെ നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത്, ഹല്ലേലൂയ, ഗസയിൽ നിന്ന് അസ്സോദിലോട്ട് ഒറ്റ നിമിഷം കൊണ്ട് ആ ഫിലിപ്പോസിനെ എടുത്ത്, ഹല്ലേലൂയ, സ്തോത്രം, ആ അസ്സോദിൽ കൊണ്ട് നിർത്തിയത് പോലെ ചിലത് ഈ കാലഘട്ടങ്ങളിൽ ഇതുവരെ ആരും കേൾക്കാത്തതും കാണാത്തതുമായ ദൈവത്തിന്റെ മഹത്വം സഭയ്ക്കകത്ത് വെളിപ്പെട്ട് ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ നടന്നതുപോലെ ചില കാര്യങ്ങൾ, അത്ഭുതങ്ങൾ ഈ കാലഘട്ടത്തിൽ ദൈവം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഫിലിപ്പോസ് ചിന്തിച്ചെന്താണ്? രഥത്തിൽ കയറി സ്ഥലം വിടാം, അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാം, നടന്നു പോകാം. പക്ഷേ കർത്താവ് പറയും, നിന്റെ നടത്തയെന്ന് ഇനി നീ ട്രാവലിംഗ് ഗ്ലോറിക്കകത്ത് കയറാൻ പോവുക. ദൈവം നിന്നെ ട്രാവലിംഗ് ഗ്ലോറിക്ക് ഒരു നിമിഷം, രാവിലെ ഒരു രാജ്യം, ഉച്ചയ്ക്കൊരു രാജ്യം, വൈകുന്നേരം ഒരു രാജ്യം. പ്രൈസ് ദി ലോർഡ്. ഫ്ലൈറ്റ് നിന്നെ പറപ്പിക്കാൻ പോവുകയാണ്. നിന്റെ അക്കൗണ്ടിന്റെ ബലത്തിലല്ല, കർത്താവ് നിന്നെ രാജ്യങ്ങളുടെ വിസകൾ അടിച്ചു തരാൻ പോവുകയാണ്. ദൈവാത്മാവ് പറഞ്ഞ ലോക രാജ്യങ്ങളുടെ വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആക്കാൻ പോകുന്നു. നീ അതിരിട്ടിരിക്കുന്ന ചിലരേക്ക് ദൈവം ഇവിടുന്ന് പറത്തിക്കൊണ്ട് പോകാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയാണ്, എന്റെയും നിന്റെയും കണക്ക് കൂട്ടലുകൾ 2021 ഇവിടെ വെച്ച് അവസാനിക്കപ്പെടുകയാണ്. നമ്മൾ ചിന്തിക്കുന്നതല്ല ഇനി അടുത്ത് നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. എന്റെയും നിന്റെയും ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്നത് ഒരിക്കലും എന്റെയും നിന്റെയും കണക്ക് കൂട്ടലുകൾ ഇവിടെ വെച്ച് അവസാനിക്കപ്പെടുകയാണ്. നമ്മുടെ മാനുഷികമായ ബുദ്ധിക്കും ചിന്തകൾക്കും അതീതമായി ദൈവം ഇന്ന് വരെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചരിത്രത്തിൽ സംഭവിക്കാത്ത ചിലത് ഈ കാലഘട്ടങ്ങളിൽ നിന്റെ കണ്ണിന്റെ മുമ്പിൽ നീ കാണാൻ പോവുകയാണ്. കർത്താവ് ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കത്തില്ല. അതിന് പകരം വ്യത്യസ്തമായത് ചെയ്യുന്നവനാണ്. യോശുവയുടെ കൂടെ ഇരുന്നപ്പോൾ ചെയ്തതോ മോശയുടെ കൂടെ ഇരുന്നപ്പോൾ ചെയ്തതോ അല്ല ഫിലിപ്പോസിൽ ചെയ്തതോ. ഫിലിപ്പോസിൽ ഒരു വ്യത്യസ്തമായ സംഭവം ചെയ്തെങ്കിൽ, ഹല്ലേലൂയ, ഒരു മേശമേൽ ശുശ്രൂഷകനെ ദൈവം ഇത്രത്തോളം ഉയർത്തി മാനിച്ച ഒരു നിമിഷം കൊണ്ട് ലെവൽ മാറ്റിയതുപോലെ നീ വിശ്വസിച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൽ കണ്ണടച്ചങ്ങോട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ, കർത്താവ് പറയാ, ഇനി നിനക്ക് പണ്ടത്തെ പോലെ ഇന്ന് ഇതുവരെ ജീവിച്ചതുപോലെ ജീവിക്കേണ്ടി വരത്തില്ല. നിന്റെ ജീവിതം ചരിത്രം തന്നെ ദൈവം മാറ്റാൻ പോവുകയാണ്. നിന്റെ ജീവിത ചരിത്രം തന്നെ പരിശുദ്ധാത്മാവ് മാറ്റാൻ പോകുന്നു. എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? കർത്താവിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിന്റെ ചരിത്രം മാറ്റാനാ യേശു നിന്നെ വിളിച്ചത്. നിന്റെ ചരിത്രം മാറ്റാനാ യേശു വിളിച്ചത്. ഫിലിപ്പോസ് ഞെട്ടിപ്പോയി. പത്രോസോ പൗലോസോ യോഹന്നാനോ യാക്കോവോ ആരും ഇത് അനുഭവിച്ചില്ല. പക്ഷെ ഫിലിപ്പോസ് മാത്രം അത് കാണുകയാണ്, അനുഭവിക്കുകയാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് രഥത്തിലല്ല, കുതിരയുടെ മേഖലയില്ല, കഴുതയുടെ മേഖലയിലല്ല, ഇതാ പെട്ടെന്ന് ഡിസപ്പിയർ ആവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിൽ ചെന്നങ്ങ് നിൽക്കുന്നു. ദൈവത്തിന് പറ്റുമോ? ഇല്ലേ? ബൈബിള് കള്ളം പറയോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അത് എത്ര പേർ വായിച്ചിട്ടുണ്ട്? ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയത് വായിച്ചപ്പോൾ എന്ത് തോന്നി? നിങ്ങളുടെ ജീവിതത്തിൽ വല്ലതും ദൈവം ചെയ്യുമെന്ന് തോന്നിയോ?
വിശ്വാസമുണ്ടോ? ദൈവത്തിന് സാധിക്കുമോ ഇല്ലേ? നമ്മുടെ അപ്പൊ അയ്യോ ഞാനോ ഫിലിപ്പോസ് എവിടെ കിടക്കുന്നു, ഞാനെവിടെ? ഫിലിപ്പോസ് പിന്നെ നമ്മളൊക്കെ ഒരുപോലെ അവരുടെയൊക്കെ ഫെയ്ത്തും കാര്യങ്ങളെല്ലാം അവരും ഇതൊക്കെ അനുഭവിച്ചപ്പോഴാണ് ഞെട്ടിപ്പോയത് അവര്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ബൈബിളും ഇത് അപ്പോസ്തലപ്രവൃത്തി പുസ്തകമൊക്കെ നിങ്ങൾ അങ്ങോട്ട് എടുത്ത് വെച്ച് വായിച്ച് കളയാതെ അത് കൈവച്ച് നീ പ്രാർത്ഥിക്കണം, ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഇതിനകത്ത് ദൈവം ഈ അത്ഭുതങ്ങളെ എവരുടെ ജീവിതത്തിൽ ചെയ്തെങ്കിൽ അതിനേക്കാളും വലുത് എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഇതിനാണ് ബൈബിൾ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നത്. ഈ ബൈബിൾ നിന്റെ കയ്യിലിരിക്കുന്നത് അതിനകത്ത് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ വായിച്ചിട്ട് പ്രസംഗിച്ചുകൊണ്ട് നടക്കാനല്ല, പറഞ്ഞുകൊണ്ട് നടക്കാനല്ല. അത് വായിച്ചിട്ട് ഇതൊക്കെ അവരൊക്കെ വലിയ ആൾക്കാര്, അപ്പോസ്തലന്മാര്, ശുശ്രൂഷകന്മാര്, നമ്മളെവിടെ കിടക്കുന്നു അവരെവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞ് ജീവിക്കാനല്ല. അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് ചെയ്യാൻ മനസ്സുണ്ടായെങ്കിൽ ആ ദൈവത്തിന് നിന്നിലും എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. ഹല്ലേലൂയ. നിനക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. നീ വിശ്വസിച്ചാൽ മതി. ഇന്ന് പകരം നീ വിശ്വസിച്ചാൽ മാത്രം മതി. ദൈവവചനത്തിൽ എഴുതപ്പെട്ട വചനം നീ വിശ്വസിച്ചാൽ മതി. എഴുതിയിരിക്കുന്ന വചനം നിനക്കുള്ളതാണ്. പറഞ്ഞാട്ടെ, എനിക്കുള്ളതാണ്. ആ വചനം എനിക്കുള്ളതാണ്. ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടും. ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹം കാനഡയിൽ പോകണമെന്ന് ആഗ്രഹിച്ച അദ്ദേഹത്തിന്റെ എയർപോർട്ടിൽ ചെന്ന് വിശ്വാസത്താൽ വീട്ടിൽ നിന്ന് ഇറങ്ങി, വിസയില്ല, പാസ്പോർട്ടില്ല, ഒന്നുമില്ല. നേരെ എയർപോർട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് കാനഡയിൽ പോകണം, വിസ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു മെന്റലാണെന്ന് പറഞ്ഞു, ഓർഡറാന്ന് പറഞ്ഞു. ആത്മാവിൽ ഭ്രാന്തനായി ചെന്ന് ചോദിച്ചതാ. പ്രൈസ് ദി ലോർഡ്. ഇദ്ദേഹം ഇതങ്ങ് വിശ്വസിച്ചു. ഇദ്ദേഹം ഫിലിപ്പോസിന്റെ വായിച്ച് ഫിലിപ്പോസിന്റെ ആ ലൈഫ് ഉള്ളിൽ അങ്ങോട്ട് കയറിയിട്ട് ഇതങ്ങ് കത്താൻ തുടങ്ങി. വചനം കത്താൻ തുടങ്ങി. എമ്മൗസിലോട്ട് പോയ ശിഷ്യന്മാരുടെ ഉള്ളില് ആ വചനം കേട്ട് ഹൃദയം കത്തി എന്ന് പറയുന്നത് പോലെ ചില വചനങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ അങ്ങോട്ട് കയറിയിട്ട് ബോംബ് പൊട്ടുന്നത് പോലെ പൊട്ടി അങ്ങോട്ട് കത്താൻ തുടങ്ങും. അങ്ങ് കത്താൻ തുടങ്ങിയാൽ അതും കൊണ്ടേ നമ്മൾ പോകും. പ്രൈസ് ദി ലോർഡ്. ഇതങ്ങ് കത്തി ഈ പുള്ളി ആത്മാവിലായി അങ്ങോട്ട് ബാഗ് എടുത്ത് റെഡിയായി ഡ്രസ്സൊക്കെ ഇട്ട് നേരെ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് എൻ്റെ വിസ വന്നോ, എൻ്റെ പാസ്പോർട്ട് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞു മെന്റലാണ്, ഓർഡറാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആത്മഭ്രാന്തന്മാരെ എല്ലാവരും മെന്റലാക്കും. ഹല്ലേലൂയ. ഇയാൾക്ക് വേറെ ജോലിയില്ല. ഈ പുള്ളി പറയുന്നത് കേട്ട് ഇതൊക്കെ നിങ്ങൾക്കേ പറ്റും, ഞങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന് ആൾക്കാർ പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അദ്ദേഹം വീണ്ടും ചെന്നു ചോദിച്ചു, വീണ്ടും ഓടിച്ചു. അദ്ദേഹം 2-3 പ്രാവശ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എയർപോർട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ സെക്യൂരിറ്റിക്കാരെ നിയോഗിച്ചു. സെക്യൂരിറ്റിക്കാർ ഓടിച്ചു. ഇദ്ദേഹം ഓടി ബാത്റൂമിനകത്ത് കയറി. ഈ ബാത്റൂമിൽ വാഷ്റൂമിൽ കയറിയത് മാത്രമേ ഇദ്ദേഹത്തിന് അറിയോ. പിന്നെ ഇദ്ദേഹം കണ്ണു തുറന്നപ്പോൾ കാണുന്നത് കാനഡയിൽ നിൽക്കുന്നത്. ഇത് നടന്ന സംഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നും നമ്മുടെ ദൈവം അത്ഭുതം ചെയ്യുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നും ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. ഇതുപോലെ പല സംഭവങ്ങൾ ദൈവത്തിന്റെ അഭിഷിക്തമായ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു അഭിഷിക്തൻ ഭയങ്കരമായിട്ട് വയറുവേദന കൊണ്ട് പൊളഞ്ഞിരിക്കുക. 5 സ്റ്റാർ ഹോട്ടലിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്ന് കിടക്കുന്ന വയറുവേദന സഹിക്കാൻ പറ്റും. പക്ഷേ പെട്ടെന്ന് ഒരു വ്യക്തി വയലിൽ നിൽക്കുന്നത് പോലെ ശരീരം മുഴുവൻ ചെളിയായി ഒരു വ്യക്തി വന്ന റൂമിൽ വന്ന് നിന്നു. എന്നിട്ട് ഈ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പിന്നെ കാണാനില്ല. കാരണം എവിടെയോ വേറൊരു രാജ്യത്ത് വയലിൽ കിളച്ചുകൊണ്ട് നിന്ന ഒരു വ്യക്തി ആത്മാവിൽ കയറി അന്യഭാഷ പറഞ്ഞ് കിളച്ചുകൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് ഈ അഭിഷിക്തന് വേണ്ടി പ്രാർത്ഥിക്കാൻ പുള്ളിയെ ദൈവാത്മാവ് എടുത്തുകൊണ്ടുവന്ന് 5 സ്റ്റാർ ഹോട്ടലിൽ നിർത്തി പ്രാർത്ഥിപ്പിച്ചിട്ട് പിന്നെ കാണാനില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ ഈ വർഷം ചെയ്യണമെന്ന് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നീ വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അക്കൗണ്ടിനകത്ത് മിറക്കിൾ മണി വെളിപ്പെടുന്ന വർഷമാണത്. നിന്റെ അക്കൗണ്ടിനകത്ത് മിറക്കിൾ മണി വെളിപ്പെടും. ഹല്ലേലൂയ. മത്സ്യത്തിന്റെ വായ്ക്കകത്ത് ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് പറഞ്ഞ് പത്രോസേ നീ ചെന്ന് നോക്ക, ചൂണ്ടയിട. ആ മത്സ്യത്തിന്റെ വായ്ക്കകത്ത് എനിക്കും നിനക്കും വേണ്ടി ടാക്സ് അടയ്ക്കാനുള്ള പണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ATM കൗണ്ടറിനകത്ത് വിശ്വാസത്താൽ നീ ചെന്ന് നിൽക്കുമ്പോൾ അതിനകത്തുനിന്ന് മിറക്കിൾ മണി വരുന്ന സമയം വെളിപ്പെടാൻ പോകുന്നു. വിശ്വാസത്താൽ നീ നന്മ പ്രാപിക്കാൻ പോകുന്നു. അത്ഭുതങ്ങളെ പ്രാപിക്കാൻ പോവുകയാണ്. വിശ്വസിക്കണം. നിന്റെ കണക്ക് കൂട്ടലുകൾ അവസാനിപ്പിക്കട്ടെ. നിന്റെ മാനുഷിക ബുദ്ധി അവസാനിക്കട്ടെ. നിന്റെ ചെറിയ വിശ്വാസവും സങ്കുചിത മനസ്സും ഇടുങ്ങിയ ചിന്തയും മാറട്ടെ. നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഈ വർഷം നീ നിന്നെ തന്നെ ഏൽപ്പിക്ക.
ദൈവം നിന്നോട് പറയുന്നൊരു കാര്യമാണ്. നിന്നോട് പറയും, സൂര്യനിൽ ഒരു വീട് ഞാൻ നിനക്ക് തരും. എന്താണ്? സൂര്യനിൽ ഒരു വീട്. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ചിന്തിക്കാൻ പറ്റും. ശാസ്ത്രീയമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പൊട്ടനാണെന്ന് പറയും. പക്ഷേ ദൈവം നമ്മളോട് ആരെങ്കിലും ദൂത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആമേൻ അങ്ങ് പറയണം. എന്താ അതിന് കാരണം? ഈ ലോകത്തിലെ ഈ ഹിമഗണങ്ങളും ഇതെല്ലാം ഉണ്ടാക്കി, അതായത് മഴയില്ലാത്ത സമയത്ത് മഞ്ഞ് പൊങ്ങി ഈ ഭൂമി നനഞ്ഞുകൊണ്ടിരുന്നു. മഴയെക്കുറിച്ച് കേട്ടിട്ടില്ല. ഒറ്റ ദിവസം കൊണ്ട് ദൈവം മഴ ഉണ്ടാക്കി, ഇടി ഉണ്ടാക്കി, മിന്നലുണ്ടാക്കി, പിന്നെ മഴവില്ലുണ്ടാക്കി, നക്ഷത്രം ഉണ്ടാക്കി, സൂര്യനുണ്ടാക്കി, ഗ്രഹങ്ങളുണ്ടാക്കി, ഗാലക്സികളുണ്ടാക്കി, ഭൂമിയെ ഉണ്ടാക്കി. ഒന്നുമല്ല, പൊടിക്കകത്ത് കിടന്ന നമ്മളെ പൊടിയിൽ നിന്നെടുത്ത് ഒരു മനുഷ്യരൂപം ഉണ്ടാക്കി, ജീവശ്വാസം ഓതി നമുക്ക് ജീവനം തന്ന ദൈവത്തിന് ഒരു സൂര്യനെ ഒരു മഞ്ഞ് കണമാക്കി തീർക്കാൻ പറ്റത്തില്ലേ? വേറൊരു സൂര്യനെ സൃഷ്ടിക്കാൻ പറ്റത്തില്ലേ? ഹല്ലേലൂയ. അതാണ് ഫെയ്ത്ത്. പ്രൈസ് ദി ലോർഡ്. ഫെയ്ത്തിന് അങ്ങനെ ഒരു തലമുണ്ട്. ഹല്ലേലൂയ. വല്ലതും ദൂത് പറയുമ്പോൾ നമ്മൾ ഇതെങ്ങനെ നടക്കും എന്ന് ചോദിക്കുന്നവൻ സാധാ മനുഷ്യനാണ്, ജാതികനാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഉടനെ അതാണ് മറിയ എന്ത് ചെയ്തു? മറിയയുടെ അടുത്ത് വന്ന് ദൈവം പറഞ്ഞു, നീ കന്യകയാണ്, പക്ഷേ നീ ഗർഭം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. സാധാരണ സ്ത്രീയായ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട മറിയ ഇത് കേട്ടോർണേ, ഇതെങ്ങനെ നടക്കും? കുറ്റം പറയരുത് അങ്ങനെയുള്ളവരെ. കാരണം പാവം, അവർ നിൽക്കുന്നത് ഭൂമിയിലാണ്, അവരുടെ പിടി മണ്ണിനോടാണ്. മണ്ണ് കൊണ്ട് നിർമ്മിച്ചവൻ എപ്പോഴും ഇങ്ങനെ പറയൂ. ഹല്ലേലൂയ. അടുത്ത നിമിഷത്തിൽ, പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ഈ സ്ത്രീ ഈ ഭൂമിയിൽ നിന്നും ആത്മതലത്തിലോട്ട് കാലുവെച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭൂമിയിൽ തന്റെ സ്വന്തം ബലത്തിലും ശക്തിയിലും കാലൂന്നി നിൽക്കുന്ന മനുഷ്യന് ദൈവം പറയുന്ന ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്നാൽ അടുത്ത നിമിഷം മറിയ ആത്മലോകത്തിൽ കാലുവെച്ചു. അപ്പോൾ പറഞ്ഞ അടിയനിതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാനത് വിശ്വസിക്കുന്നു. ആമേൻ. ഇതാണ് വിശ്വാസം. നീ ഭൂമിയിൽ നിൽക്കുന്നവനാണെങ്കിൽ നിനക്ക് അത്ഭുതങ്ങൾ കാണാനും കേൾക്കാനും പറ്റത്തില്ല. നീ ആത്മലോകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ നീ ഒരു ഭ്രാന്തനായി മാറും. ദൈവം പറയുന്നത് എന്തും നീ വിശ്വസിക്കും, ആമേൻ പറയും. അത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുകയും ചെയ്യും. ഈ 2021 ഞാനും നീയും പലപ്പോഴും നമ്മളെ ഭൂമിക്കകത്ത് നമ്മുടെ സ്വന്തം ബലത്തിലും ശക്തിയിലും, ഹല്ലേലൂയ, നമ്മുടെ പാരമ്പര്യത്തിനകത്തും ഊന്നി നിൽക്കുന്നവനാണെങ്കിൽ ഇന്ന് പകൽ അതിനെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. നീ ഒരു സൂപ്പർ നാച്ചുറൽ റിലത്തിനകത്ത് കാല് വെക്കാൻ ആത്മാവ് നിന്നെ ബുദ്ധി ഉപദേശിക്കുന്നു. ചാടി വീഴുന്നോ, കേറിക്കോ, ആമേൻ എന്ന് പറഞ്ഞ കർത്താവ് പറയുന്ന ആ ദൂതുകളെ ഏറ്റെടുക്കാൻ നീ തയ്യാറാണെങ്കിൽ കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കാമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞപ്പോൾ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തതുപോലെ ഇന്ന് പകൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന ചോദ്യങ്ങൾ അവസാനിപ്പിച്ചിട്ട് ആമേൻ പറഞ്ഞോ, വിശ്വസിച്ചോ, നീ മഹത്വത്തെ ചുമക്കാൻ പോയാ. യേശുവിന്റെ നാമത്തിൽ ഈ ജനം സൂപ്പർ നാച്ചുറൽ ഇടത്തിനകത്ത് ഓടിക്കേറട്ടെ.